നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. നമുക്കിന്ന് ഒട്ടനവധി വാർത്തകൾ ഉള്ള ദിവസമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ്. ഒരുപക്ഷെ ഭാരതത്തിൽ അടുത്ത കാലത്തൊന്നും ഒരുപക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇത്രയധികം ചിന്തയുണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവില്ല. അയൽപക്കത്തെ ബംഗ്ലാദേശ്, നമ്മുടെ സ്വന്തം ബംഗ്ലാദേശ്, നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്നത് ന്യൂനപക്ഷ വേട്ടയാണ്. ഹിന്ദുക്കളെയും പാഴ്സികളെയും ജൈനന്മാരെയും ഒക്കെ വേട്ടയാടുന്നു. വംശഹത്യയിലേക്ക് നീങ്ങുന്നു കാര്യങ്ങൾ. ക്ഷേത്രങ്ങൾക്ക് തീയിടുന്നു, ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുന്നു. സൈന്യവും പോലീസും അടക്കം രംഗത്തിറങ്ങി ഭരണകൂട ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ഇന്ന് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവിടുത്തെ ഹിന്ദുക്കളോട് അതേസമയം അവർ പലായനം ചെയ്യുന്നില്ല, ഒളിച്ചോടുന്നില്ല, ചെറുത്തു നിൽക്കുകയാണ്. സ്വന്തം നാട്ടിൽ, ജന്മനാട്ടിൽ അവർ ചെറുത്തു നിൽക്കുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് രാജ്യമെമ്പാടും സെമിനാറുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സമീപ കാലത്തൊന്നും ഒരു മനുഷ്യാവകാശ ദിനത്തിന് ഭാരതത്തിൽ ഇത്രയധികം പ്രസക്തി ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇത് സംബന്ധിച്ച വിവിധ റിപ്പോർട്ടുകളും തത്സമയ സംപ്രേഷണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതേസമയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ക്യാമ്പയിനുകളും തുടർ വാർത്തകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പുത്തൻപുലരിയിലേക്ക്, ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രധാന വാർത്തകൾ നോക്കാം ആദ്യം. കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അന്ത്യം ഇന്ന് പുലർച്ചെ ബംഗളൂരുവിലെ വസതിയിൽ. ADMന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഇന്ന് കണ്ണൂർ കോടതി വീണ്ടും പരിഗണിക്കും. ഫോൺ വിവരങ്ങൾ പോലീസ് സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. ജില്ലാ കളക്ടറും പ്രശാന്തനും ഹർജിയിൽ നിലപാട് അറിയിക്കും. മുനമ്പത്തെ ഭൂമി വിൽപ്പനയിലും വൻ ക്രമക്കേട്. സിദ്ദിഖ് സേഠ് ഫറൂഖ് കോളേജ് ഇടപാടുകൾ നിയമവിരുദ്ധം. സിദ്ദിഖ് സേഠ് ഭൂമി വിൽപ്പന നടത്തിയത് കൃത്രിമ രേഖകളിലൂടെയെന്ന് അബ്ദുൾ സത്താർ ഹാജി മൂസയുടെ ചെറുമകൾ ഷംഷാദ്. ഭാഗാധാരങ്ങളുടെയും തീറാധാരങ്ങളുടെയും പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ. ഡൽഹിയിലെ ബംഗ്ലാദേശ് എംബസിയിലേക്ക് ഇന്ന് മാർച്ച്. വിവിധയിടങ്ങളിൽ ഇന്ന് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ സെമിനാർ. സിറിയയിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ആക്രമണം ഡമാസ്കസിലെ രാസായുധ നിർമ്മാണ ഫാക്ടറി ലക്ഷ്യം വെച്ച്. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇന്ന് UN സുരക്ഷാ കൗൺസിൽ യോഗം. സിറിയയിലെ സാഹചര്യം വീക്ഷിച്ച് അറബ് രാജ്യങ്ങൾ. മുംബൈ കുർളയിൽ നിയന്ത്രണം വിട്ട ബസ് നടപ്പാതയിലേക്ക് ഇടിച്ചു കയറി 4 മരണം. 20ഓളം പേർക്ക് പരുക്ക്. ബസ് ഡ്രൈവർ കസ്റ്റഡിയിൽ. വിഭാഗീയതയ്ക്കും ചേരിപ്പോരിനുമിടെ CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊട്ടിയത്ത് പ്രതിനിധി സമ്മേളനത്തിൽ MV ഗോവിന്ദനടക്കം പങ്കെടുക്കും. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിനാൽ കരുനാഗപ്പള്ളിയിലെ പ്രതിനിധികളില്ലാതെ സമ്മേളനം. UEFA ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടം. ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂൾ ജിറോണയെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് അറ്റ്ലാന്റയെ നേരിടും. PSG, ആസ്റ്റൺ വില്ല, ബയൺ മ്യൂണിക് ടീമുകളും ഇന്ന് കളത്തിൽ. പതിവ് മുടക്കാതെ ശബരിമലയിലേക്ക് പോകാം. സന്നിധാനത്ത് പോയി ദർശനം നടത്തി മടങ്ങിയെത്താം. ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ചക്കുളത്തുകാവിൽ പൊങ്കാല 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച.
ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ വർധനവ്. ഇന്നലെ 82,045 തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും എന്നാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും വിലയിരുത്തൽ. അഖിൽ പാലോട്ടുമഠം ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. അഖിൽ, നമസ്തേ, സുപ്രഭാതം, സ്വാമി ശരണം. എങ്ങനെയുണ്ട് ദർശനം? പ്രശ്നങ്ങളില്ലാതെ സുഗമമായി തീർത്ഥാടനം മുന്നോട്ട് പോകുന്നുണ്ടോ? തിരക്കിൽ നേരിയ വർധനയും ഉണ്ട് അല്ലേ? മണ്ഡലകാലം സ്വാമി ശരണം പ്രദീപിള്ള, മണ്ഡലകാലം അവസാനിച്ച് ധനുവിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ വൃശ്ചികപ്പുലരി അത് അതിഗംഭീരമായി തന്നെ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ ഓരോ ഭക്തജനത്തിനും ഓരോ അയ്യപ്പ ഭക്തനും ഭഗവാന്റെ മുമ്പിലെത്തി ഭഗവാനെ തൊഴുതു കടന്നു പോകുന്ന ദിനരാത്രങ്ങളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനത്തിനെത്തിയവരുടെ ആകെ കണക്ക് 82,045 പേരാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ 15,409 പേർ സ്പോട്ട് ബുക്കിംഗ് ആണ്. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞിടത്താണ് 15,000-ലേക്ക് കണക്കുകൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച നേരിയ ഭക്തജനങ്ങളുടെ കണക്കിൽ വർധനവ് തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കുറച്ചുകൂടി ഭക്തജന തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ഏകദേശം 5 മണി, അതായത് 3 മണിക്ക് നട തുറന്ന് അയ്യപ്പ ഭക്തർക്ക് ദർശനം നൽകി. 5 മണി 6 മണി വരെ ഏകദേശം 22,000-ൽ പരം അയ്യപ്പ ഭക്തർ ദർശനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് വലിയ ഒരു അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഒരാഴ്ച കൂടി കഴിയുന്ന സമയത്ത് മണ്ഡലകാലത്തേക്ക് പോകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിന് മുമ്പിലെ കൊടിമര ചുവട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണുന്നത് പോലെ തന്നെ നിരവധിയായ അയ്യപ്പ ഭക്തർ ഈ ശബരിമല ദർശനത്തിനേക്കായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാളികപ്പുറങ്ങളും കുഞ്ഞ് മാളികപ്പുറങ്ങളും അമ്മമാരും എല്ലാമായി വലിയൊരു ഭക്തജനങ്ങൾ അയ്യപ്പ സ്വാമിയുടെ നടയിലേക്ക് രാവിലെ തന്നെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 18-ാം പടിയിൽ നിന്നും ഓരോ അയ്യപ്പ ഭക്തരെയും പോലീസ് അയ്യപ്പന്മാർ അതിവേഗം തന്നെ കടത്തി വിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് അവർ ഫ്ലൈ ഓവറിലേക്കാണ് അവരെ കടത്തി വിടുന്നത്. ആ ഫ്ലൈ ഓവർ വഴി അവർ അമ്പലത്തിന് ഒരു വളയമായി വീണ്ടും ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്ഥിരമായി പറയുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ അവിടേക്കുള്ള വലിയ തിരക്കില്ലാതെയാണ് അയ്യപ്പ ഭക്തർ ആ ഫ്ലൈ ഓവറിലേക്ക് നടന്നു പോകുന്നത്. ആകെ ഒരു കൂട്ടമായി അയ്യപ്പ ഭക്തർ വന്നു നിൽക്കുന്നത് ശ്രീകോവിലിനരികിലുള്ള ഫ്ലൈ ഓവറിലാണ്. അയ്യപ്പ ഭക്തർ ഒരു കൂട്ടമായി വന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സുഗമമായ രീതിയിലാണ് ഇത്തവണത്തെ തീർത്ഥാടന കാലയളവ് കഴിഞ്ഞു പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഒരു മണ്ഡലകാലത്തിൻ്റെ പര്യവസാനത്തിലേക്ക് കടക്കുമ്പോൾ ശബരിമല തീർത്ഥാടനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയോളം അയ്യപ്പ ഭക്തരുടെ വർധനവ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയോളം അയ്യപ്പ ഭക്തരാണ് ഇതിനകം എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ശബരിമലയിൽ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ച കൂടി കാണാം. ശബരിഗിരീശ സന്നിധിയിലെ ഉദയാസ്തമയവും രാത്രി കാഴ്ചയും അതിമനോഹരമാണ്. അയ്യപ്പ ഭക്തർക്ക് ആനന്ദത്തിൻ്റെ പരകോടി കൂടിയാണ് അമ്പലനടയിലെ സൂര്യൻ്റെ ഉദയവും അസ്തമയവും. ഉദിച്ചുയരുകയാണ് മാമലമുകളിൽ ഉത്രം നക്ഷത്രം പോലെ സൂര്യദേവൻ. പതിനെട്ട് പടിയെയും തലോടി മണിമണ്ഡപത്തെയും പുണർന്ന അയ്യപ്പന്മാർക്കൊപ്പം അയ്യൻ്റെ നടയിലേക്ക് പൊൻകിരണം. ഉഷപൂജയും ഉച്ചപൂജയും കഴിഞ്ഞു പിന്നെ സന്ധ്യാദീപാരാധനയ്ക്ക് ഒരസ്തമയം. പിന്നെ ഹരിഹരപുത്രന് ഹരിവരാസനം പാടി അരികിൽ ഗംഗാധരന്റെ ശിരസിൽ ചന്ദ്രകിരീടം. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം.
ഏകാദശിക്കൊരുങ്ങി ഗുരുവായൂർ. നാളെയാണ് പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. വിവിധ ആചാര ചടങ്ങുകളോടെ ഏകാദശി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് തത്സമയ വിവരങ്ങൾ നോക്കണം. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഈ ഭക്തരുടെ ഒഴുക്ക് ഇങ്ങനെ വല്ലാതെ തുടരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്നുള്ളത് ആദ്യം പറയൂ. കാരണം ഒരുപക്ഷേ തലേ ദിവസം തന്നെ അവിടെ ആളുകൾ വന്ന് തമ്പടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഇതിനു മുൻപുള്ള സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. അത് വലിയൊരു ആചാര പെരുമയുടെ കാര്യം കൂടിയാണ്. എന്താണ് വിവരങ്ങൾ? വീണ, എന്തായാലും ഈ ഗുരുവായൂരപ്പൻ്റെ നടയിലാണിപ്പോൾ നിൽക്കുന്നത്. നാളെയാണ് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. പ്രതിഷ്ഠാദിന ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂജകളും ഉണ്ട്. മാത്രമല്ല അർജുനന് കൃഷ്ണൻ ഗീതോപദേശം നൽകിയത് നാളെയാണ്. അതായത് നാളെ ആ ദിവസമാണ്. ആ ദിവസം തന്നെയാണ് ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ വളരെ വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് ക്ഷേത്രം സാക്ഷിയാവുന്നത്. മാത്രമല്ല പ്രത്യേകിച്ച് ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. നാളെ വളരെ വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിനകത്ത് ചുറ്റുവിളക്കുണ്ട്. ദേവസ്വം വകയാണ് ചുറ്റുവിളക്ക്. അന്നദാനം സാധാരണ പോലെ തന്നെ ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണം ഇന്ന് നടക്കും. 9 മണിയോട് കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. 5 ആനകളോട് കൂടി ഗജഘോഷയാത്ര ആരംഭിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് അത് 9 മണിക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ പൊതുവെ നാളത്തെ ഏകാദശി ദിനത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ഈ ഭക്തജനത്തിനൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ തന്നെ ഈ പൊതുവരി നിന്ന്, അതായത് ജനറൽ ക്യൂ നിന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ കൊണ്ട് തൊഴാനെത്തുന്ന ഭക്തർക്കായിരിക്കും ദർശനത്തിന് പ്രഥമ പരിഗണന നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ തന്നെ ഉച്ചതിരിഞ്ഞ് 2 മണി വരെ പൊതുവെ VIP അല്ലെങ്കിൽ സ്പെഷ്യൽ ദർശനം അനുവദിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനവും നാളെ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രാദേശികം, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ എന്നീ ക്യൂകൾ രാവിലെ 5 മണിക്ക് തന്നെ അവസാനിപ്പിക്കും. ഈ നെയ്വിളക്ക് വഴിപാടുകാർക്കുള്ള ദർശന സൗകര്യം എന്തായാലും ഉണ്ടാകും. ഇന്ന് ഡിസംബർ 10 പുലർച്ചെ നിർമ്മാല്യത്തോട് തുടങ്ങുന്ന ദർശന സൗകര്യം ഈ ഡിസംബർ 12 രാവിലെ 8 മണി വരെ തുടരും. ഈ പതിവ് പൂജകൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിന്റെ നട അടയ്ക്കുക. ഈ ദ്വാദശി ദിനം രാവിലെ ക്ഷേത്ര നട അടച്ചതിന് ശേഷം വിവാഹം, ചോറൂണ്, തുലാഭാരം, വാഹനപൂജ എന്നിവ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല ഈ ഏകാദശമായ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ സുവർണ മുദ്രയ്ക്കായുള്ള ഈ ഏകാദശി അക്ഷരോത്സവവും ക്ഷേത്രത്തിന് നടക്കും. ഈ ദേവസ്വം കാര്യാലയത്തിന് കുറൂരമ്മ ഹാളിലാണ് മത്സരം. 18 വയസ്സ് പൂർത്തിയായവർക്കൊക്കെ ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഓരോ നിമിഷം കഴിയും തോറും ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തകം തന്നെ ഗുരുവായൂരി ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് നാളെ. കണ്ണന്റെ പ്രതിഷ്ഠാദിനമാണ്. അർജുനന് ഗീതോപദേശം നൽകിയ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഇനി ആ ഏകാദശിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഗുരുവായൂരപ്പന്റെ എല്ലാ ഭക്തരും. വീണ, ശരി. എന്തായാലും ദിനം മുഴുവൻ ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ സ്ഥിരമായി ദർശനം തേടുന്നവർ ഇന്നൊരൽപ്പം നിരാശയിലായിരിക്കും. കാര്യം പതിവുള്ള ഉദയാസ്തമന പൂജ നാളെ ഉണ്ടാവില്ല. അത് നടക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം, ഇന്ന് സന്ധ്യയോടെ അരി അളക്കണമായിരുന്നു. അതുണ്ടാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. കാര്യം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. തന്ത്രി എവിടെ നിന്നോ ദേവഹിതം അറിഞ്ഞ് പറഞ്ഞു എന്നുള്ളതാണ് ഭക്തരുടെ ആക്ഷേപം. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരുന്നില്ല. മറ്റൊന്ന്, ദൈവപ്രശ്നം നടന്നിരുന്നില്ല. എന്തായാലും തന്ത്രിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമാണ് ഭക്തജനത്തിനൊക്കെ പരിഗണിച്ച് ഈ ഒരു വൃശ്ചികത്തിൽ ഈ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടക്കേണ്ട ഉദയാസ്തമന പൂജ തുലാത്തിലേക്ക് കൊണ്ടുപോയത് ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡ് തീരുമാനത്തിനൊപ്പം തന്ത്രിയിൽ നിന്നും ഇതിനെതിരെ തന്ത്രി കുടുംബാംഗങ്ങളും ഭക്തരും ഹൈന്ദവ സംഘടനകളും ഒക്കെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇതിൽ ഇടപെടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും ഭക്തജന തിരക്കിന് ഒരു കുറവുമില്ല. ഉദയാസ്തമന പൂജ നടന്നാലും ഇല്ലെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, അവരുടെ മനസ്സിലിരിപ്പ് എന്തു തന്നെയായാലും ഭക്തർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഗുരുവായൂരിലേക്ക്. തുടർന്ന് ഇന്നും നാളെയുമെല്ലാം തത്സമയം ഗുരുവായൂരിൽ നിന്നുള്ള വിശേഷങ്ങളും
തത്സമയ സംപ്രേഷണവും ജനൻ TV തുടർച്ചയായി നൽകുന്നതാണ്. അതേസമയം ഈ ക്ഷേത്രാചാരങ്ങളിലോ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളിലോ പതിവ് നടപടിക്രമങ്ങളിലോ ഒക്കെയുള്ള മാറ്റം വരുത്തലുകൾ അല്ലെങ്കിൽ അട്ടിമറിക്കലുകൾ എന്ന് തന്നെ പറയാം, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറയാൻ പോകുന്ന ഈ മലപ്പുറം കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചില മാറ്റങ്ങളാണ്. ഈ അട്ടിമറി അവിടെ നടക്കാനുള്ള സാധ്യത കണ്ടതോടെ ആ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ ഇലയിൽ വിളമ്പുന്ന സദ്യ ബുഫേ രീതിയിൽ നൽകാനാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കം. കാടാമ്പുഴ ഭഗവതിയുടെ പിറന്നാൾ ഡിസംബർ 13-നാണ്. തൃക്കാർത്തിക മഹോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്താറുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടെ ഇലയിലാണ് സദ്യ നൽകാറുള്ളത്. ഇത് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ നടത്തുന്നത്. സംഭവത്തിൽ വിശ്വാസികൾ ഏതായാലും ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് അധികമായി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനും പതിവുകൾ മാറ്റിമറിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോകനാർക്കാവലും നമ്മൾ കണ്ടു. ശിവദാസ്, തീർച്ചയായും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് മലബാറിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത് തൃക്കാർത്തിക മഹോത്സവം തന്നെയാണ്. അന്നാണ് ദേവിയുടെ പിറന്നാൾ. ഈ മാസം 13-നാണ് ഇവിടെ ഈ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പിറന്നാൾ ആഘോഷം നടക്കുന്നത്. സാധാരണ പതിറ്റാണ്ടുകളായി തന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ വിപുലമായാണ് ഇത്തരത്തിൽ ഈ ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്നത്. സാധാരണ നമുക്കറിയാം അത്തരത്തിൽ ഇവിടെയും ഭഗവതിയുടെ പിറന്നാളും ആ രീതിയിൽ തന്നെയാണ് ആഘോഷിക്കാറുള്ളത്. പതിവായി തന്നെ ഇലയിൽ സദ്യ നൽകുന്ന രീതിയാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ആളുകൾക്ക് ബുഫേ സംവിധാനത്തിൽ ഇവിടെ ഭക്ഷണം നൽകിയിരുന്നു. അത് ഇപ്പോൾ പൂർണ്ണമായും ഈ സദ്യ നൽകുന്നത് ബുഫേ സംവിധാനത്തിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറോട് അടക്കം ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതും ആ രീതിയിലുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അങ്ങനെ ബുഫേ സംവിധാനമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു ഇവിടുത്തെ ഈ പവിത്രതയും അതോടൊപ്പം തന്നെ ഈ ഒരു തൃക്കാർത്തിക മഹോത്സവത്തിന് പൂർണ്ണമായും അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും നടപടികളുമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഹൈന്ദവ സമൂഹം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ ഭക്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ ഈ ഒരു ഇലയിലായിരുന്നു സദ്യ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ നീക്കം. ഭഗവതിയുടെ ഈ പ്രസാദ പരിപാടി അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പിറന്നാൾ സദ്യ വിപുലമായി ആഘോഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ കാടാമ്പുഴ ദേവീ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ശിവദാസ് കന്മനം നമ്മോടൊപ്പം ചേർന്നത്. അതായത് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ എന്ന് ദേവസ്വം ബോർഡ് കരുതുന്നതിൽ ഭക്തജനങ്ങൾക്ക് അവിടെ സ്ഥിരം വിശ്വാസികൾക്കുള്ള അതൃപ്തിയും പ്രതിഷേധവുമാണ് രംഗത്ത് വരുന്നത്. ഇലയിട്ട് സദ്യ നൽകി പ്രസാദമൂട്ടിയിരുന്ന ദിവസം, ദേവിയുടെ പിറന്നാൾ ദിവസം, തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ദിവസം ബൂഫേ ആക്കണം. അതെന്ത് പരിഷ്കാരത്തിൻ്റെ പേരിലാണെങ്കിലും ഇതിലൊക്കെ വീണ പറഞ്ഞതുപോലെ എന്തിനാണ് ഇപ്പോൾ ബൂഫേ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസും ഒക്കെ ആയിരിക്കാം. ഇലയിട്ട് ഒരല്പം പ്രസാദം നൽകി ഭക്തജനങ്ങളെ മടക്കുന്നതിന് പകരം അവിടെ വീണ്ടും 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 ഓരോ ക്ഷേത്രങ്ങളിലായി കടന്നു കയറാനുള്ള ശ്രമമാണ്. ഒട്ടനവധി കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. തുടക്കം മുതൽ വാർത്തകളുടെ കുത്തൊഴുക്കിൽ പലപ്പോഴും വിട്ടുപോകുന്നതാണ്. സ്ഥിരം പ്രേക്ഷകരെല്ലാം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അളമുട്ടിയച്ചേരിയുണ്ട്, വൈശാഖ് ഷാജിയുണ്ട്, നന്ദനാറുണ്ട്, ഉഷ നല്ലൂർജിയുണ്ട്, സദാനന്ദൻ നെടുതരം, നന്ദനാർ, RK വൈകുണ്ഠം, പ്രകാശൻ മേലുക്കുട്ടി, ജിഹാദി കോൺഗ്രസിൻ്റെ വാർത്തയുണ്ട്. വീണാജിയോടാണ് ചോദ്യം. സോറോസിൻ്റെ വാർത്തയുണ്ട്. തീർച്ചയായിട്ടും സോറോസും സോണിയയും മറ്റു കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം, ഗൂഢാലോചന, നെക്സസ് ഒക്കെ വെളിവാക്കുന്ന വാർത്തകൾ തുടർച്ചയായി തന്നെ പുറത്തുവിടും. PRP കുറിപ്പുണ്ട്, അജിത് ഭാസ്കർ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട സ്ഥിരം പ്രേക്ഷകർക്കും പുതിയ പ്രേക്ഷകർക്കും എല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. മുൻ വിദേശകാര്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ വീട്ടിൽ പുലർച്ചെ 2:45 അന്ത്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരവും മറ്റും സംബന്ധിച്ച്?
ഗൗതം, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 2:45 കൂടിയായിരുന്നു അദ്ദേഹത്തിന് ആദ്യം സംഭവിച്ചത്. ഇപ്പോൾ പുലർച്ചെ എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും മറ്റും ക്രമീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? വീണ ഇന്ന് പുലർച്ചെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2:45 സമയത്താണ് SM കൃഷ്ണയുടെ അന്ത്യം സംഭവിച്ചത്. അതിനാൽ നേരം പുലർന്നു വരുന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വാർത്ത എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് SM കൃഷ്ണ ചികിത്സയിലായിരുന്നു. ഒപ്പം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി തന്നെ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നടത്തി. 92 വയസ്സായിരുന്നു. അതിനാൽ തന്നെ വാർദ്ധക്യ സഹജമായ പല പ്രശ്നങ്ങൾ നേരിടുന്നതിനാലാണ് അവസാന നാളുകളിൽ അദ്ദേഹം സജീവ പൊതുപ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്ന് പൂർണ്ണമായി വിശ്രമ ജീവിതത്തിലേക്ക് കടന്നത്. ഏതായാലും SM കൃഷ്ണയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ബംഗളൂരു നഗരത്തിൻ്റെ ഇന്നത്തെ വികസനത്തിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലത്ത് ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കർണാടകയിലും കോൺഗ്രസ് പാർട്ടിയെ ശക്തമാക്കുന്നതിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് SM കൃഷ്ണ. പിന്നീട് 1999 മുതൽ 2004 വരെയുള്ള 5 വർഷക്കാലം കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് 2009 രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് 2009 മുതൽ 2012 വരെയുള്ള സമയം കേന്ദ്ര വിദേശകാര്യമന്ത്രിയായും SM കൃഷ്ണ പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ PSPയിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങി പിന്നീട് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ഒരു മുഖമായി മാറിയ SM കൃഷ്ണ 2017 കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വവും ഈ കുടുംബാധിപത്യവും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വം എടുക്കുന്ന പല തെറ്റായ സമീപനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് 2017 SM കൃഷ്ണയെപ്പോലൊരു മുതിർന്ന നേതാവ് BJPയുടെ ഭാഗമാകുന്നത്. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചാണ് ഡൽഹിയിൽ ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തെത്തി BJPയിൽ അംഗത്വം സ്വീകരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിലൂടെ വളർന്നു വന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായി പ്രവർത്തിച്ച് കർണാടക മുഖ്യമന്ത്രിയായൊക്കെ പ്രവർത്തിച്ച SM കൃഷ്ണ പോലും തൻ്റെ അവസാന നാളുകളിൽ കോൺഗ്രസിനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും SM കൃഷ്ണയുടെ ഈ വിയോഗം അത് വലിയ തോതിൽ ദേശീയ തലത്തിലും ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലും ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ ബംഗളൂരു നഗരത്തിന് വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് നാം കാണുന്ന രീതിയിലൊരു വലിയ IT ഹബ്ബായൊക്കെ ബംഗളൂരു മാറിയതിലൊക്കെ SM കൃഷ്ണ വളരെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വീണ. ശരി ഗൗതം. മനുഷ്യരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, ഏറ്റവും മഹത്തരമായ ദിവസമാണ് ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയത്. 1946 മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാനും നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാനും UN കമ്മീഷന് രൂപം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1948 ഡിസംബർ 10 UN ജനറൽ അസംബ്ലിയുടെ 3ാം സമ്മേളനത്തിൽ വെച്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. മത, ഭാഷ, ലിംഗ, വർണ്ണ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ബാധകമായ അവകാശങ്ങളായിരുന്നു ഇതിൽ പ്രതിപാദിച്ചത്. നമ്മുടെ അവകാശങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള പ്രഖ്യാപനം മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ ശക്തി കൂട്ടുന്നു. ലോകത്തുടനീളം മനുഷ്യാവകാശ ലംഘനം നിലനിൽക്കുമ്പോഴും അവകാശങ്ങളെ സംരക്ഷിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം. ഈ ദിവസമാണ് നമ്മൾ ബംഗ്ലാദേശിലേക്ക് നമ്മുടെ കണ്ണുകൾ മനസ്സ് വയ്ക്കേണ്ടത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഭരണഘടനാ ഭീകരതയ്ക്കെതിരെ ഡൽഹിയിൽ ഇന്ന് പ്രതിഷേധം നടക്കുകയാണ്. അത് പ്രതിഷേധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇന്ന് നമുക്ക് കണക്കാക്കാം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ചും മഹാധർണയും നടക്കും. വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ സംയുക്തമായാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ തന്നെയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഗൗതം, ഇന്ന് ഒരുപക്ഷെ ഈ ദിവസം ഇങ്ങനെ ഒരു മാർച്ചും ധർണയും നടക്കാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും അനുയോജ്യമാണ്. എപ്പോഴാണ് ഈ
മാർച്ചുകൾ, ധർണ, വിവിധ പ്രതിഷേധങ്ങൾ നടക്കുക. അതിനുമപ്പുറത്തേക്ക് ഗൗതം, ഇന്നിപ്പോൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ, രാജ്യമെമ്പാടുമുള്ള ബുദ്ധിജീവികൾ, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, സാഹിത്യ പുങ്കവന്മാർ, ആരുടെയും ശബ്ദം ഉയരുന്നില്ല. മുഷ്ടി ആകാശത്തേക്ക് ഉയരുന്നില്ല, മെഴുകുതിരികൾ കത്തിക്കുന്നില്ല, കണ്ണീരില്ല, നിലവിളിയില്ല, ഒന്നുമില്ല. ഈ ലിപ് സർവീസ് എന്നൊക്കെ പറയുന്ന പോലെ ചില അധര വ്യായാമങ്ങൾ, ചില പ്രമേയങ്ങളൊക്കെ നടത്തി ഫോർമാലിറ്റിക്കായിട്ട്. പിന്നൊരു സംഘടന കൊല്ലത്ത് ചിന്നക്കടയിൽ ഒരു പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോയി പ്രതിഷേധിച്ചതായുള്ള വാർത്ത ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ. പക്ഷേ ആ ശബ്ദത്തിനൊരു ഖനം പോരാ, പ്രതിഷേധങ്ങൾക്ക് കരുത്തു പോരാ. പേരിന് ചെയ്തതുപോലെ ന്യൂനപക്ഷങ്ങൾ എന്ന് ദൂരെക്കുട്ടി പറയുമ്പോൾ പോലും ഹിന്ദുക്കൾ എന്ന് പറയാൻ മടിക്കുന്നു. ഹിന്ദു വേട്ടയാണ് നടക്കുന്നതെന്ന് പറയാൻ പോലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുന്ന പ്രസ്ഥാനങ്ങൾക്കോ നേതാക്കൾക്കോ കഴിയുന്നില്ല. ഗൗതം, ഇത് ഒരു കലാപമല്ല, ഒരു പ്രതിഷേധമല്ല, ഒരു ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം പോലും അല്ല. പടിപടിയായി വളരെ കാലം എടുത്ത് റാഡിക്കലൈസേഷൻ നടത്തി ഓരോ മേഖലയിലും, അത് വിദ്യാഭ്യാസം തുടങ്ങി ഇപ്പോൾ സൈന്യത്തിൽ വരെ എത്തി നിൽക്കുന്ന, വളരെ ആലോചിച്ച് നടത്തിയ, വളരെ പ്ലാൻഡ് ആയിട്ട് വിദേശ രാഷ്ട്രങ്ങളുടെ, വിദേശ ശക്തികളുടെ, പാകിസ്ഥാനിലെ ISIയുടെ സഹായത്തോടെ, ചൈനയുടെ സഹായത്തോടെ ഒക്കെ നടത്തിയ ഒരു കാൽക്കുലേറ്റഡ് മൂവ്. ഇതൊരു ഭരണകൂടം തന്നെ നേരിട്ട് ഭീകരത അഴിച്ചുവിടുന്നു, വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്നു. എത്ര ഭീകരമാണ് ബംഗ്ലാദേശിലെ അവസ്ഥ, എത്ര ശക്തമാണ് ഭാരതത്തിൻ്റെ ഇടപെടൽ? ഗൗതം, പ്രദീപിള്ള, ഇന്നലെ ഇപ്പോൾ ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹം ബംഗ്ലാദേശിലെത്തുകയും ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലെത്തി ഇടക്കാല സർക്കാരിൻ്റെ തലവനായ അഡ്വൈസറായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് യൂനിസുമായി വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കണ്ട് ഭാരതത്തിൻ്റെ ശക്തമായ അമർഷം നേരിട്ട് രേഖപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് ഈ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന കലാപം അടിച്ചമർത്തണം, അല്ലെങ്കിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന വസ്തുത അല്ലെങ്കിൽ ആവശ്യം ഭാരതം ബംഗ്ലാദേശിന് മുന്നിൽ നേരിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചൊരു അയൽ രാജ്യം എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഈ കലാപത്തെ അടിച്ചമർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കേന്ദ്ര സർക്കാരും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും നടത്തുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്നലത്തെ വിക്രം മിശ്രിയുടെ നേരിട്ടുള്ള ധാക്കയിലേക്കുള്ള യാത്ര. അതേസമയം രാജ്യവ്യാപകമായി തന്നെ അല്ലെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളിലും ഈ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലും ബംഗ്ലാദേശിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണകൂട ഭീകരത തന്നെ നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ആക്രമിക്കുന്നത് എന്ന തോന്നൽ പൊതുവെ ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് ജനം TV തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിപ്പിക്കുന്നതായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതായത് സൈന്യവും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ പോലീസുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർക്കൊപ്പം ചേർന്നുകൊണ്ട് ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ ക്രൈസ്തവരും അടങ്ങുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു, വീടുകളിൽ കയറി സ്ത്രീകളെ അതിക്രമിക്കുന്നു, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കുന്നു. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ബംഗ്ലാദേശിൽ സംഭവിക്കുകയാണ്. അതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഒരു ഭാഗത്ത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുവെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിലെ ചില വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് അടങ്ങുന്ന പാർട്ടികൾ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള മൗനം, കുറ്റകരമായിട്ടുള്ള മൗനം പുലർത്തുകയാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം തുറന്നടിച്ച് ഒരു പ്രതിപക്ഷത്ത് നിന്ന് തന്നെയുള്ള ഒരു നേതാവ് രംഗത്തെത്തിയത് വളരെ ശ്രദ്ധേയമായിരുന്നു. അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവായിട്ടുള്ള മായാവതിയാണ്. മായാവതി കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ബഹുജൻ സമാജ് പാർട്ടിയുടെ അധ്യക്ഷയും ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ മായാവതി എടുത്തു പറഞ്ഞത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹിന്ദുക്കൾ കൊടിയ പീഡനം നേരിടുകയാണ്. ആ ഹിന്ദുക്കളിൽ തന്നെ ആരാണ് ഏറ്റവും കൊടിയമായ പീഡനങ്ങൾ നേരിടുന്നത്? അത് ദളിത് വിഭാഗമാണ്. അങ്ങനെയുള്ള ദളിത് വിഭാഗത്തിന് നേരെ വ്യാപകമായ അക്രമം ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ സമാജ്വാദി പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ തയ്യാറാകുന്നില്ല. അവർ 24 മണിക്കൂറും സാമ്പൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമ്പലിൽ ഒരു സംഘർഷം നടക്കുന്നു. അവിടെ ഇസ്ലാമിസ്റ്റുകളാണ് അക്രമം നടത്തിയത്. അവരെ ന്യായീകരിക്കുവാൻ തുനിഞ്ഞിറങ്ങുന്ന സമാജ്വാദി പാർട്ടിയോ കോൺഗ്രസോ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വേട്ടയാടുമ്പോൾ പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക വിഭാഗങ്ങളാണ് ഏറ്റവും അധികം ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിന് ബംഗ്ലാദേശിൽ വിധേയമാകുന്നത്? എന്തുകൊണ്ടാണ്
ഈ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ഘോരഘോരം സംസാരിക്കുന്നുവെന്ന് പലപ്പോഴും പോസ്റ്ററിലൂടെയും മറ്റും അവകാശപ്പെടുന്ന ഇന്ത്യയിലെ ബുദ്ധിജീവികളും ഇന്ത്യയിലെ പ്രതിപക്ഷവും എന്തുകൊണ്ട് ഒരക്ഷരം പോലും ബംഗ്ലാദേശിനെ പറ്റി മിണ്ടുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യം പ്രതിപക്ഷത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. ബഹുജൻ സമാജ് പാർട്ടിയുടെ അധ്യക്ഷ മായാവതിയാണ് ഈ വിമർശനവുമായി രംഗത്തെത്തിയത്. അപ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹം ഇത് മനസ്സിലാക്കി തുടങ്ങുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഈ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്ന പാർട്ടികളുടെയും സ്വഭാവം എന്താണ് എന്ന കൃത്യമായ തിരിച്ചറിവ് അവിടുത്തെ തന്നെ പാർട്ടികൾക്ക്, ആ മുന്നണിയിലൊക്കെ തന്നെയുള്ള കക്ഷികൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല മായാവതി എങ്കിൽ പോലും ഒരു പ്രതിപക്ഷത്തിൻ്റെ ഫേസാണ് മായാവതി NDAയുടെ ഭാഗമോ അല്ല, മറിച്ച് BJPയെ വിമർശിക്കുകയും NDAയ്ക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിടുകയും ചെയ്ത നേതാവാണ്. അപ്പോൾ അത്തരം പരാമർശങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്നുവെന്നത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു കാണേണ്ടതാണ്. പ്രദീപ് പിള്ള. ശരി, ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, സെമിനാറുകൾ നടക്കുന്നുണ്ട്. ഈ പേടിപ്പിക്കുന്നൊരു മൗനമുണ്ടല്ലോ, മഹാമൗനത്തിനെതിരായ ശബ്ദം കൂടി രാജ്യമെമ്പാടും നിന്നും ഉയരുന്നുണ്ട്. കേരളത്തിൽ പോലും വിവിധ ഇടങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ ചെറുപട്ടണങ്ങളിൽ പോലും സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നതിനൊപ്പം ഒരു മുദ്രാവാക്യം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രഖ്യാപനം പറയുന്നത് സേഫ് ബംഗ്ലാദേശി ഹിന്ദുസ് എന്നുള്ളതാണ്. ഈ ഹാഷ്ടാഗിൽ നമ്മുടെ എല്ലാവരുടെയും ഐക്യദാർഢ്യം നമുക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു വിഷയം ഒരുപക്ഷെ നമ്മൾ മാത്രം കൈകാര്യം ചെയ്യും. ഒരിക്കൽ കൂടി ഇപ്പോൾ യൂട്യൂബിൽ വന്ന കമൻസും അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചില സ്ഥിരം പ്രേക്ഷകർ ഞങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വിപിൻ വെള്ളിയാട്ട് അടക്കമുള്ളവർ, ഗണേഷ് കുമാർ, അങ്ങനെ ഒത്തിരി ഗതമി, ഗൗരവ്, ധാരാളം അഭിപ്രായ പ്രകടനങ്ങളും വരുന്നുണ്ട്. യെസ്, ജനൻ TV മാത്രമായിരിക്കും ലോകത്തിൻ്റെ ഈ ഭാഗത്ത്, ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പോലെ ഇത്തരം വാർത്തകൾ കൊടുക്കാൻ ഉള്ള ധൈര്യം കാണിക്കുന്നത്, അതിന് കരുത്താവുന്നത് ഈ പ്രേക്ഷക പിന്തുണ തന്നെയാണ്. അടുത്ത വാർത്ത വഖഫ് അധിനിവേശം. വഖഫ് അധിനിവേശത്തിൽ മുനമ്പത്തെ ഭൂമി വിൽപ്പനയിലും വൻ ക്രമക്കേട്. സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജ് ഭൂമി ഇടപാടുകൾ നിയമവിരുദ്ധം. കൃത്രിമ രേഖകളിലെ ഭൂമിയാണ് സിദ്ദിഖ് സേട്ട് വിൽപ്പന നടത്തിയതെന്ന് അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ചെറുമകൻ ഷംസാദ് ഹുസൈൻ സേട്ടിന്റെ വെളിപ്പെടുത്തൽ. ഭൂമി ഇടപാടിന്റെ രേഖകൾ ജനം TVക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ്. കുടുംബത്തിന്റെ ജനങ്ങളിൽ എത്താത്ത കുറേ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ ജനങ്ങൾക്ക് കാണിക്കാൻ തയ്യാറായിരിക്കുന്നതും ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വരേണ്ടതുമാണ്. ഈ രേഖകൾ വഴി ഈ തിരുവിതാംകൂർ മഹാരാജാവ് 404 ഏക്കർ ഭൂമി കൊടുത്തത് അബ്ദുൽ സത്താർ ഹാജി മൂസക്കായിരുന്നു. ഇത് തിരിമറി ചെയ്തിട്ട് പ്രമാണങ്ങൾ ഉണ്ടാക്കി സിദ്ദീഖ് സേട്ട് കൂട്ടുനിന്ന് പ്രമാണങ്ങൾ ചെയ്യിച്ചിട്ട് സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് വിൽപ്പന വഖഫ് ചെയ്ത ആധാരം ശരിയല്ല, അത് റദ്ദ് ചെയ്യേണ്ടതാണ്. അതിനുള്ള രേഖകളെല്ലാം ഞാനിവിടെ കാണിക്കാൻ തയ്യാറാണ്. അത് ഗവൺമെന്റിന് ഈ ക്രമക്കേട് 404 ഏക്കർ ഭൂമി ക്രമക്കേടുകൾക്ക് വന്നേക്കുന്നത് ഈ ഗവൺമെന്റിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് കണ്ണിൽ പൊടിയിടാനാണ് ഈ പ്രമാണം ഉണ്ടാക്കിയത്. സിദ്ദിഖ് സേട്ട് 1950 ഉണ്ടാക്കിയത് ഗവൺമെന്റിനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ആധാരം ഇയാൾ ചെയ്തേക്കുന്നത് കുറേ വളരെ അധികം ഈ ആധാരത്തിൽ പല രേഖകൾ വ്യത്യാസങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭൂമിയാണത്. ഇത് അബ്ദുൽ സത്താർ ഹാജി മൂസാക്ക് പട്ടയം കിട്ടിയതാകാം, അല്ലാന്നുണ്ടെങ്കിൽ പാട്ടച്ചീട്ട് കിട്ടിയതാവാം. ഇയാൾ ഒരു കെയർ ടേക്കറിൻ്റെ കഥയുണ്ട്. അതായത് ഈ പത്രത്തിൽ ഈ രേഖകളിൽ കെയർ ടേക്കറായിട്ടാണ് സിദ്ദിഖ് സേട്ട് നിന്നത്. ആ കഥകളൊക്കെ എനിക്ക് അടുത്ത ദിവസം ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരും. കിരൺ കുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കിരൺ, തുടരെ വെളിപ്പെടുത്തലുകളാണ്. വഖഫ് ബോർഡിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിലവിലുള്ള വഖഫ് നിയമത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും അല്ലെങ്കിൽ രാജ്യമെമ്പാടും നടക്കുന്ന കൊള്ള, കയ്യേറ്റം, ഈ സ്ഥലം കയ്യേറ്റം, അത് നിയന്ത്രിക്കാനായി ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായി സംസ്ഥാനത്ത് പ്രമേയം പാസ്സാക്കുന്നു.
ഇടതുമുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും. ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുനമ്പത്ത് ചെന്ന് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, അവിടുത്തെ നിവാസികൾക്ക് പ്രദേശവാസികൾക്ക് ആ ഭൂമി വിട്ടു നൽകണം, അതല്ലെങ്കിൽ അത് അവരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണം എന്ന്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുസ്ലിം ലീഗ് നേതാക്കൾ മിണ്ടാതിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് പറയുന്നു കുഞ്ഞാലിക്കുട്ടി പൊട്ടിത്തെറിക്കുന്നു, ഘോരഘോരം പറയുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, അതല്ലെന്നാരും പറഞ്ഞിട്ടില്ല എന്ന്. ഉടനെ തന്നെ കോൺഗ്രസ് വീണ്ടും പ്ലേറ്റ് മാറ്റുകയാണ്, മലക്കം മറിയാണ്, മുട്ടുമടക്കുകയാണ്. കിരൺകുമാർ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലല്ലേ ജനൻ TV പുറത്തുവിടുന്നത്? പ്രദീപിള്ള, ഈ മുനമ്പത്തെ ജനങ്ങളും ഒപ്പം തന്നെ BJP അടക്കമുള്ള ആളുകളും നേരത്തെ മുതൽ ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ തന്നെ പറയുന്ന ഒരു കാര്യം, മുനമ്പത്തെ ഭൂമി അത് വഖഫിൻ്റെതല്ല, വഖഫിന് നിയമപരമായി തന്നെ ഇത് കൈവശം വെക്കാനായിട്ടുള്ള അധികാരങ്ങളില്ല എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തർക്കങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ഒരു കുടുംബം, അതായത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൈവശം വരുന്ന ഭൂമി അത് പിന്നീട് ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് പാട്ടത്തിനെത്തുകയും പിന്നീട് അവിടുന്ന് ഫാറൂഖ് കോളേജിലേക്ക് അത് കൈമാറുന്നതോടുകൂടിയാണ് ഈ വിഷയങ്ങൾക്ക് എല്ലാത്തിനും തുടക്കമുണ്ടാകുന്നത്. അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. അവർ വെളിപ്പെടുത്തുന്നത് ഇതിന്റെ രേഖകൾ സഹിതമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തി, അതായത് സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് കൊടുത്തു എന്നാണ് ഈ മുനമ്പത്തെ ഭൂമിയെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ സിദ്ദിഖ് സേട്ടിന് ഈ ഭൂമി കൈവശം വെക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നേരത്തെ രാജഭരണത്തിന്റെ കാലത്ത് തിരുവിതാംകൂർ രാജാവ് അബ്ദുൾ സത്താർ സേട്ട് എന്ന ഗുജറാത്തിൽ നിന്നെത്തിയിട്ടുള്ള ഒരു വ്യാപാരിക്ക് അദ്ദേഹത്തിന് പാട്ടത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു മുനമ്പത്തെ 404 ഏക്കർ. അതായത് ഇന്നിപ്പോൾ തർക്കം നടക്കുന്ന ഭൂമി അന്ന് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കയ്യിലിരുന്നത് പാട്ടത്തിന് നൽകുന്നു. പിന്നീട് ഈ കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ ഒരാൾ വരികയും അയാൾ പിന്നീട് ഇത് ഫാറൂഖ് കോളേജിന് കോളേജ് ആരംഭിക്കുന്ന സമയത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ ആണ് വഖഫിന്റെ കൈവശത്തിലേക്ക് ഈ ഭൂമി എത്തുന്നത് എന്നുള്ളൊരു അവകാശവാദമാണ് വഖഫ് ബോർഡും ഉന്നയിക്കുന്നത്. എന്നാൽ ഈ സിദ്ദിഖ് സൈറ്റിന് ഈ കുടുംബവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രക്തബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ കുടുംബത്തിലെ ഇന്ന് ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ഒരു അംഗത്തിൻ്റെതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഈ സിദ്ദിഖ് സൈറ്റ് ഇവരുടെ ഒരു കുടുംബ സുഹൃത്ത് മാത്രമായിരുന്നു, അല്ലാതെ മറ്റ് പാരമ്പര്യ ബന്ധങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവരുടെ പിതാവിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ചില തിരക്കുകൾ കാരണം ഈ കൈവശമുള്ള ഈ ഭൂമി അടക്കമുള്ള കാര്യങ്ങളിൽ നോക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് സുഹൃത്തായ ഈ സിദ്ദിഖ് സേട്ടിന ഈ ഭൂമി നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നു. പിന്നീട് അയാൾ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ സ്വത്ത് തട്ടിയെടുക്കുകയും പിന്നീട് അത് ഫാറൂഖ് കോളേജിന് നൽകുകയുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ അബ്ദുൾ സത്താർ സേട്ടിന്റെ കൊച്ചുമകളായിട്ടുള്ള ഷംസാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവർ ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകളടക്കം അവരിപ്പോൾ പുറത്തുവിടുകയാണ്. ഇങ്ങനെ അനധികൃതമായിട്ടാണ് ഈ ഭൂമി വഖഫിന്റെ കൈവശം എത്തിയത് എന്ന് കൃത്യമായി തന്നെ തെളിയിക്കുന്ന രേഖകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ അന്വേഷണ കമ്മീഷൻ ഫാറൂഖ് കോളേജിനും ഒപ്പം തന്നെ വഖഫ് ബോർഡിനും റവന്യൂ വകുപ്പിനും ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിലെ അവരുടെ നിലപാട് തിരക്കിക്കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ മുന്നോട്ടുള്ള നിയമ കാര്യങ്ങളിലേക്കടക്കം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ, അതായത് ഇത് വഖഫിന് ഒരു തരത്തിലും അവകാശം ഉന്നയിക്കാൻ കഴിയുന്നതല്ല മുനമ്പത്തെ ഭൂമി എന്ന് തന്നെ വ്യക്തമാക്കുന്ന നിർണായകമായിട്ടുള്ള രേഖകൾ തന്നെയാണ് ഇപ്പോൾ കുടുംബം പുറത്തുവിടുന്നത്. പ്രദീപിള്ള. ശരി കിരൺ, നമുക്ക് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ വരും മണിക്കൂറിലുണ്ട്. 9 മണിക്ക് ലൈവ് റിപ്പോർട്ട്സിലുണ്ടാവും. 10 മണിയോട് കൂടി മറ്റൊരു പേരും വരാനുള്ളത് ഈ ഷംഷാദ് സേട്ട് തന്നെ ജനൻ TVക്കൊപ്പം തത്സമയം ചേരും. കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് ജിജീഷിനൊപ്പം. പശ്ചിമേഷ്യയിൽ നിന്ന് ഒരൽപ്പം ഞെട്ടിക്കുന്ന വാർത്തകൾ, അതല്ലെങ്കിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. രാസായുധ നിർമ്മാണ ഫാക്ടറി ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഭീകരരുടെ കൈവശം ആയുധം എത്താതിരിക്കാനുള്ള നടപടി എന്നാണ് ആക്രമണത്തെ ഇസ്രയേൽ
വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് സിറിയയിൽ നടക്കുന്നത്. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇന്ന് UN സുരക്ഷാ കൗൺസിൽ യോഗം ചേരും. ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഇത് പ്രേക്ഷകർക്കായി നമുക്കായി ഒന്ന് പേഴ്സ്പെക്റ്റീവിലാക്കാൻ, അവിടെ ഭരിച്ചിരുന്ന ബഷാർ അൽ അസദിനെ പുറത്താക്കുന്നു വിമതർ. ഇപ്പോൾ ഇതേ വിമതർക്ക് നേരെ തന്നെയാണ് ആ ബഷാർ അൽ അസദ് പുറത്തായപ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ചവരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടക്കമുള്ളവർ. ജനാധിപത്യം പുലരുന്നു എന്ന മട്ടിൽ. പക്ഷേ അസദിനെ പുറത്താക്കിയത് ആ വിമത ശക്തികൾ എന്ന് പറയുന്നത് പഴയ IS-ഉം അടക്കമുള്ള ഭീകരരുടെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ അവർക്ക് നേരെയാണ് ആക്രമണം. അപ്പോൾ എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത്? എന്താണ് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ അടക്കം ലക്ഷ്യമിടുന്നത്? ഐസൻ. പ്രദീപ്, തീർച്ചയായും ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ലക്ഷ്യമിടുന്നത് അവിടെ ഒരു ജനാധിപത്യ പുനഃസ്ഥാപനമാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് പരിഗണിക്കാവുന്നൊരു വിഷയം. കാരണം നമുക്ക് അറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽ ഖൈദയുടെയും അതുപോലെ തന്നെ IS-ൻ്റെയും പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘടനകൾ അവരുടെ ആ വിധേയത്വം സംബന്ധിച്ച്, ലോയൽറ്റി സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഈ ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിക്കാനുള്ള നീക്കങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പരസ്പരം ഈ അൽ ഖൈദയുമായുള്ള വിധേയത്വം ഇല്ലാതാകുന്നു, മറ്റൊരു ഏതോ ഒരു സംഘടനയുമായി വിധേയത്വം ഉണ്ടാകുന്നു. അത്തരത്തിൽ അവർക്കിടയിലുണ്ടായിരുന്ന ഒരു ആഭ്യന്തര പ്രശ്നത്തിൻ്റെ മറുപടി എന്നോണമാണ് STS എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന രൂപം എടുക്കുന്നത്. അത്തരത്തിൽ ആ രൂപമെടുത്ത ഭീകര സംഘടനയ്ക്ക് പല തരത്തിലും നമുക്കറിയാവുന്നതാണ്, അലിപ്പോയിലും അതുപോലെ തന്നെ മറ്റ് നഗരങ്ങളിലെല്ലാം തന്നെ ഹോമിലും ഹമയിലും എല്ലാം തന്നെ ശക്തമായൊരു സാന്നിധ്യം, സൈനിക സാന്നിധ്യം അവർക്ക് പ്രകടിപ്പിക്കാനാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് മുന്നോട്ട് പോയത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ട ഒരു വിഷയം ഈ ബഷാർ അൽ അസദ് എന്ന് പറയുന്ന ആ ഏകാധിപതിയുടെ ഭരണം 2011 മുതൽ അതിരൂക്ഷമായ തർക്കങ്ങൾക്കെല്ലാം തന്നെ വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ ഭരണം 24 വർഷമായി തുടരുന്നൊരു ഭരണം, ആ ഭരണത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് അവിടെ ഏറെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്നു. ഈ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നൊരു നീക്കം ബഷാർ അൽ അസദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. ഹോം നഗരത്തിലെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ നേരെ കൃത്യമായൊരു നീക്കം ഈ STS എന്ന് പറയുന്ന സംഘടന നടത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ചില നീക്കങ്ങളെല്ലാം നടന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കർശനമായ ഒരു നടപടികളുടെ നീക്കങ്ങളെല്ലാം തന്നെ സിറിയയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബഷാർ അൽ അസദിന് ഒരു പിന്തുണ നൽകാനൊരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടാവുകയും എല്ലാം തന്നെ ചെയ്തത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ഈ അലിപ്പോയിൽ ഈ നഗരം പിടിച്ചെടുക്കുന്ന ഒരു സംഭവം ഈ 27-ാം തീയതി നവംബർ 27-ന് ഉണ്ടായതും. ആ അലിപ്പോയിലുണ്ടായ ആ ആക്രമണങ്ങളുടെ തുടർന്നാണ് റഷ്യ ശക്തമായൊരു മുന്നേറ്റം നടത്തി ബഷാർ അൽ അസദിനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ഏകാധിപതിയായ ഒരാളെ ഭീകര സ്വഭാവമുള്ളൊരു സംഘടന പുറത്താക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി ആ ഏകാധിപത്യം അവസാനിപ്പിക്കുന്നതിനും ആ പ്രശ്നം അവസാനിപ്പിക്കുന്നതിനും ഇടപെടൽ വേണമെന്ന് UN സെക്രട്ടറി ജനറൽ കൃത്യമായി പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. 2011 മുതൽ തുടരുന്ന ഈ സംഘർഷം, ഈ ആഭ്യന്തര സംഘർഷം അവസാനിപ്പിച്ചേ തീരൂ എന്ന കൃത്യമായ നിലപാട് UN മുന്നോട്ട് വെച്ചിരുന്നു. സ്വാഭാവികമായും ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരാനിരിക്കുകയാണ്. ഈ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുന്ന ആ ഒരു മുറയ്ക്കായിരിക്കും ഇനിയുള്ള നടപടികൾ നീങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭീകര സംഘടന ഒരു ഏകാധിപതിയെ പുറത്താക്കി എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് തയ്യാറാണെന്ന് നിലവിലെ പ്രധാനമന്ത്രി ജലാലി തന്നെ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം ജനഹിതമനുസരിച്ചുണ്ടാകുന്ന ഒരു സർക്കാരിനെ വിധേയപ്പെടാനും അതിനെ പിന്തുണയ്ക്കാനും തയ്യാറെന്ന് അദ്ദേഹം പറയുന്നതോടുകൂടി എന്താണ് അവിടെ ഇനി നടക്കാനിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ദിശാസൂചികയായി അതിനെ കണക്കാക്കാൻ സാധിക്കും. ഐസൻ, ആ പറഞ്ഞതാണ് പോയിന്റ്. ഒരു ഏകാധിപതിയെ പുറത്താക്കാൻ എത്തിയ വിമതർ യഥാർത്ഥത്തിൽ ഭീകരർ തന്നെയാണ്. ഇനി അവർ എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും എന്ത് ലോയൽറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അത് അൽ ഖായിദയും IS-ഉം തന്നെയാണ്. ഒരുപക്ഷെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള അവസ്ഥയിൽ ആയിരിക്കണം ഇസ്രയേലും US-ഉം ഇതുവരെ കണ്ണടച്ചത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സൈലന്റ് പിന്തുണ എന്ന് പറയാവുന്ന രീതിയിൽ അവരെ പിന്തുണച്ചു. അപ്പോൾ അവരെ ഉപയോഗിച്ച് അസദിനെ പുറത്താക്കിയ ശേഷം നടത്തുന്ന ഈ ഇടപെടൽ എത്ര ഫലപ്രദമാകും എന്നുള്ളതാണ്. ഇതേ ശക്തികൾ അവിടെ ഉണ്ടെങ്കിൽ അവർ സ്വതന്ത്രമായ നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കുമോ, അതോ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അതിനെ അട്ടിമറിക്കാനോ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനോ ശ്രമിക്കില്ല എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? 2, ഈ ആക്രമണത്തിനൊടുവിൽ ആര് നടത്തും അവിടുത്തെ തെരഞ്ഞെടുപ്പ്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു തമാശയായിരിക്കും. അപ്പോൾ ആര് നടത്തും? UN-ന്റെ മേൽത്തോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ? രാജ്യാന്തര തലത്തിലൊരു സമിതി ഉണ്ടാകുമോ? എങ്ങനെയാണ് അവിടെ ജനാധിപത്യം പുലരും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ലക്ഷ്യം?
തീർച്ചയായും ഏറെ സുപ്രധാനമായൊരു വിഷയം അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുമതി നൽകുമോ എന്ന ചോദ്യം തന്നെയാണ്. തീർച്ചയായും ആ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ നേരത്തെ പ്രദീപ് തന്നെ സൂചിപ്പിച്ച 2 ദിവസമായി തുടരുന്ന ശക്തമായ ഇസ്രായേലിൻ്റെ ആക്രമണം, ആ ആക്രമണത്തിൻ്റെ ഉദ്ദേശം തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുക എന്നതിൻ്റെ ഭാഗമായുള്ള ഒരു സമാധാന പുനഃസ്ഥാപനമാണ്. നമുക്കറിയാവുന്നതാണ് ബഷാർ അൽ അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ആ നിമിഷം തന്നെ ഗോലാൻ കുന്നുകളിലെ ബഫർ ഏരിയ മൊത്തം ഇസ്രായേൽ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി അവിടെ സൈനിക വിന്യാസം കൃത്യമായി നടത്തുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ് ബഫർ സോണുകളിലെല്ലാം തന്നെ ആയുധമില്ലാതെ സൈനികരെ വെറും ഔട്ട് പോസ്റ്റുകൾ നിരീക്ഷകരായി മാത്രം നിലനിർത്തുന്ന പട്രോളിംഗ് സംവിധാനം മാത്രം നിലനിൽക്കുന്ന ഇടങ്ങളിൽ ശക്തമായ സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തുകയും നിരീക്ഷണ സംവിധാനങ്ങൾ എയർഫോഴ്സ് നിരീക്ഷണം എല്ലാം തന്നെ കൃത്യമായി ആ ബഫർ സോണിൽ നടത്തുകയും ചെയ്തു. അത് കൃത്യമായി പറഞ്ഞത് അതിർത്തിയിൽ ഈ ഭീകര സംഘടന STSൻ്റെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. STSനെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ല ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി നേരത്തെ പറഞ്ഞ ആ യുക്തി തന്നെയാണ് അതിനെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു ആശയം തന്നെയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നൊരു വിഷയവും. അതേസമയം ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തുന്നത്, ഇന്ന് നടന്ന ആക്രമണങ്ങൾ നമുക്കറിയാവുന്നതാണ്. 2013 തന്നെ വിശദമായ ഓഡിറ്റ് യുണൈറ്റഡ് നേഷൻ്റെ ഈ രാസായുധങ്ങൾ സംബന്ധിച്ച കമ്മീഷൻ നടത്തുകയും ആ ഓഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ രാസായുധങ്ങളുടെ ഒരു കൂന അവിടെ തന്നെ ഉണ്ട് എന്ന ആ വാക്കാണ് കൃത്യമായും ഉപയോഗിച്ചത്. പൈൽഡ് അപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ആ വാക്കുകൾ തന്നെയാണ് UN ഉപയോഗിച്ചത്. അത്രയ്ക്കും കർശനമായ രീതിയിൽ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ വലിയ തോതിൽ ആയുധശേഖരം ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അത്തരം ആയുധശേഖരങ്ങൾ ആയുധങ്ങളുടെ ശേഖരങ്ങൾ ഏത് രീതിയിലാണ് ഈ രാസായുധങ്ങൾ പ്രയോജനപ്പെടുത്തുക, അത് ബയോകെമിക്കൽ വെപ്പൺസ് ആണോ, ഏത് രീതിയിലും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഭീകര സംഘടനയുടെ കൈവശം എത്താതിരിക്കുക എന്ന കൃത്യമായൊരു നീക്കം നടത്തുമ്പോൾ അവിടെ ഈ ഭീകര സംഘടനയെ നിരായുധീകരിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ആ ഭീകര സംഘടനയെ നിരായുധീകരിക്കുക, പൂർണ്ണ തോതിൽ നിരായുധീകരിക്കുക. ഇപ്പോൾ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിനുള്ള UN പ്രമേയം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലെബനനിൽ നടക്കുന്നതിന് സമാനമായൊരു നീക്കം നടത്തുക എന്നതാണ് പ്രാഥമികമായി ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായും നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ UN നേതൃത്വത്തിലോ അല്ലെങ്കിൽ UNൻ്റെ പ്രത്യേക സംവിധാനത്തിൻ്റെ നിരീക്ഷണത്തിലോ ഈ തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ സർക്കാരിനെ, ജനാധിപത്യ സർക്കാരിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് നിലവിലെ ലക്ഷ്യം. പക്ഷേ മറ്റൊരു സങ്കീർണാവസ്ഥ നിലനിൽക്കുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം UN സെക്യൂരിറ്റി കൗൺസിലിലും മറ്റുമുണ്ടാകുന്ന നീക്കങ്ങൾക്ക് റഷ്യ എങ്ങനെ പിന്തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതാണ് കൗതുകകരമായൊരു വിഷയമായി അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി ഐസൺ. ഇനി നമ്മൾ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ആംഗ്യഭാഷയിൽ സാരേ ജഹാൻ സെ അച്ഛ അവതരിപ്പിച്ച് ഏഷ്യൻ റെക്കോർഡ് നേടി ദിവ്യാംഗരും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും. രാജ്യാന്തര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോടായിരുന്നു പരിപാടി നടന്നത്. 3000-ലധികം ആളുകളാണ് സാരേ ജഹാൻ സെ അച്ഛയ്ക്ക് പുത്തൻ അവതരണം ഒരുക്കിയത്. കോഴിക്കോട് സിറ്റി പോലീസും ദിവ്യാംഗരായവർക്കുള്ള സംയോജിത പ്രാദേശിക കേന്ദ്രവും കോഴിക്കോട് സിറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗങ്ങളും സംയുക്തമായാണ് അവതരണം നടത്തിയത്. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ 36 സ്കൂളുകളിൽ നിന്നും സംയോജിത പ്രാദേശിക കേന്ദ്രത്തിൽ നിന്നുമായി 3000-ലേറെ വിദ്യാർത്ഥികളും വിവിധ സ്ഥാപനങ്ങളിലെ കേൾവിക്കുറവുള്ള വിദ്യാർത്ഥികളും പങ്കെടുത്തു. ആകെ ഒരു 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3000-ഓളം പേർ ഒരുമിച്ച് ചേർന്ന് മാനാഞ്ചിറയിൽ വെച്ച് സാരേ ജഹാൻ സെ അച്ഛ എന്ന ഗാനം ഞങ്ങൾ ഒരുമിച്ച് സൈൻ ലാംഗ്വേജ് ചെയ്യുകയുണ്ടായി. ഇതിന് സമൂഹത്തിന് കിട്ടിയ റിപ്പോർട്ട് വളരെ സന്തോഷകരമായ വാർത്തയാണ് കിട്ടിയത്. അവരെല്ലാവരും ഞങ്ങളോട് വളരെ സന്തോഷം അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് നമ്മുടെ കൂടെയുള്ള കുട്ടികൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറി. സർക്കാരിന്റെ പൊതുനിർമ്മിതികൾ ഭിന്നശേഷി സൗഹൃദമായിരിക്കുമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജനം, കോഴിക്കോട്.
ഇനി ഒരു യാത്ര ഇടുക്കിയിലേക്കാണ്, ഒരു ഹിൽ സ്റ്റേഷനിലേക്ക്. നാടുകാണി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണ കാലത്ത് നിർമ്മിച്ച ഒരു പവലിയനും മലമുകളിൽ നിന്നുള്ള കാഴ്ചകളുമാണ് ഈ നാടുകാണിയിലുള്ളത്. നാടുകാണി പവലിയനിൽ നിന്നുള്ള ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം. അങ്ങനെ നമ്മൾ നാടുകാണിയിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് നാടുകാണി പവലിയൻ. അവിടേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. 25 രൂപയാണ് മുതിർന്നവർക്ക് ചാർജ് വരുന്നത്, കുട്ടികൾക്ക് 15 രൂപയും ചാർജ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കടന്നാൽ പിന്നീട് നമ്മൾ എത്തുന്നത് അതിമനോഹരമായ കാഴ്ചകളിലേക്കാണ്. എന്തായാലും ഈ നാടുകാണി പവലിയനിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് കണ്ടുവരാം. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ മൂലമറ്റത്തിനും ഇടുക്കിക്കുമിടയിലുള്ള അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ വ്യൂ പോയിന്റ്. പശ്ചിമഘട്ടത്തിന്റെയും ചുറ്റുമുള്ള താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ. നാടുകാണി മലയ്ക്ക് അഭിമുഖമായി ഉയർന്നു നിൽക്കുന്നത് പച്ചപുതച്ച വാഗമൺ മലനിരകൾ. ഇതിനോട് ചേർന്ന് ഇലവീഴ പൂഞ്ചിറയുടെ വിദൂര ദൃശ്യങ്ങളും. താഴ്വാരത്തെ മൂലമറ്റം ടൗണിന്റെയും മൂലമറ്റം പവർ സ്റ്റേഷൻ സ്വിച്ച്യാർഡിന്റെയും ആകാശ കാഴ്ചകൾ. ദൂരെ മലങ്കര റിസർവെയറും മൂവാറ്റുപുഴ നദിയും. വൈകുന്നേരങ്ങളിലെ ഈ മൂടൽമഞ്ഞ് മാറി പ്രകൃതി തെളിഞ്ഞാൽ കിലോമീറ്ററുകൾക്കപ്പുറം കൊച്ചിൻ റിഫൈനറിയും ദൃശ്യമാകും. കാഴ്ചകൾക്കപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യമെന്തെന്നാൽ നാടുകാണി പവലിയൻ സ്ഥിതി ചെയ്യുന്ന ഈ മലയ്ക്കുള്ളിലാണ് മൂലമറ്റം പവർ ഹൗസ്. ഇനിയിപ്പോഴീ നാടുകാണി പവലിയന്റെ ചരിത്രം ഒന്ന് കേട്ടുവരാം. നാടുകാണി പവലിയന്റെ ഒരു ഇത് പറയുവാണെങ്കിൽ നമ്മുടെ ഇടുക്കി ചെറുതോണി കുളമാവ് ഡാമിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് കനേഡിയൻ എഞ്ചിനീയേഴ്സിന്റെ എക്യുപ്മെന്റ്സ് മുഖാന്തരമാണ് നമ്മുടെ പവർ ഹൗസിന്റെയും ഡാമിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അവരുടെ ഒരു ഇതിനു വേണ്ടിയെല്ലാം ദൂരകാഴ്ചകൾക്ക് വേണ്ടിയാണ് ഒരു വ്യൂ പോയിന്റ് ആയിട്ട് കണക്കുകൂട്ടി അവർ പണിതാണ് ഈ നാടുകാണി പവലിയൻ. അത് കൺസ്ട്രക്ഷൻ സമയത്ത് നല്ല ഒരു പ്ലാസ്റ്റിക് ആയിട്ട് നല്ല രീതിയിൽ ഇതുമാണ്. അത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് തീർന്നു കഴിഞ്ഞ സമയത്ത് മൊത്തം ആ പീരീഡിന്റെ ഇത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം സ്വഭാവമായിട്ട് നിന്നു. ചരിത്രമുറങ്ങുന്ന ഈ നാടുകാണി പവലിയൻ ഇന്ന് നാശത്തിന്റെ വക്കിലാണ് എന്ന് ഇതുവരെയുള്ള ദൃശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പായല് പിടിച്ച് അതിന്റെ മോടിയാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ വലയ്ക്കുന്നുണ്ട്. കളിയിടങ്ങളും നാശത്തിന്റെ വക്കിലാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ടിക്കറ്റ് എടുക്കുക. അതിനും കടമ്പകൾ ഏറെ കടക്കണം. 10 മിനിറ്റോളമാണ് ഒരു സന്ദർശകൻ ടിക്കറ്റ് എടുക്കാൻ മാത്രം എടുക്കുന്ന സമയം. ഇതിനായി പുതിയ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. KSEBയുടെ ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാടുകാണി പവലിയൻ പ്രവർത്തിക്കുന്നത്. അനുദിനം സന്ദർശകർ വർദ്ധിക്കുന്ന ഈ ടൂറിസം കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവും സാങ്കേതിക പ്രശ്നങ്ങളും ബന്ധപ്പെട്ടവർ ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. നിർണായകമായ മറ്റൊരു നിയമനിർമ്മാണത്തിനു കൂടി തയ്യാറെടുക്കുകയാണ് ഭാരതം. ഒട്ടനവധി, ഒരുപക്ഷെ രാഷ്ട്രത്തിന്റെ ഭാവിയും രാഷ്ട്രത്തിന്റെ വളർച്ചയും രാഷ്ട്രത്തിന്റെ പുരോഗതിയും ഒക്കെ നിർണയിക്കുന്ന, അല്ലെങ്കിൽ അതൊരു പുതിയ ദിശ നൽകുന്ന, പുതിയ വേഗം നൽകുന്ന ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ കണ്ടു. കാലത്തിനൊപ്പിച്ച്, ലോകത്തിനൊപ്പിച്ച്, ലോകത്തിൻ്റെ പാതയിലേക്ക്, ലോകത്തിൻ്റെ അതേ വേഗത്തിൽ കുതിക്കാൻ ഭാരതം ഒരുങ്ങുമ്പോൾ, മുൻനിരയിലേക്ക് തന്നെ കുതിക്കുമ്പോൾ മറ്റൊരു സുപ്രധാനമായ നിയമനിർമ്മാണമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഈ ബില്ല് ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ബില്ല് അയച്ചേക്കുമെന്നും സൂചനയുണ്ട്. രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരുടെ സമ്മേളനവും ഉടൻ വിളിക്കും. രാഷ്ട്രീയ പാർട്ടികളുമായി JPC ചർച്ച നടത്തും. ഐസൻ ജോസ് ചേരുന്നു. അതിനു മുമ്പ് ആ വാർത്തയൊന്ന് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രൂപീകരിച്ചിരുന്നു.
സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ചു. വൈകാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. ശൈത്യകാല സമ്മേളനത്തിലോ ബജറ്റ് സമ്മേളനത്തിലോ ബിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചകളും അഭിപ്രായ രൂപീകരണവും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അഥവാ JPCയുടെ ഭാഗമായി നടക്കും. നിയമസഭയുടെയും പാർലമെന്റിന്റെയും കാലാവധി സംബന്ധിച്ച ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത് നിയമം നടപ്പാക്കുന്നതിന് അനിവാര്യമാണ്. നിയമസഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന 172 അനുച്ഛേദവും പാർലമെന്റിന്റെ കാലാവധി നിശ്ചയിക്കുന്ന 83 അനുച്ഛേദവും ഭേദഗതി ചെയ്യേണ്ടി വരും. രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും സ്പീക്കർമാരുടെ സമ്മേളനം വിളിച്ചായിരിക്കും ബിൽ സംബന്ധിച്ച വിശദീകരണം നൽകുക. ആദ്യഘട്ടത്തിൽ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തും. തുടർന്നുള്ള ഘട്ടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയവയും ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമം. നാഷണൽ ഡെസ്ക്, ജനം. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എത്ര സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു നിയമനിർമ്മാണം? എന്തൊക്കെ നേട്ടങ്ങളാണ് രാഷ്ട്രത്തിന് ഉണ്ടാകുന്നത്? എത്ര വേഗത്തിൽ ഇത് നടപ്പാക്കാനാവും? പ്രദീപ്, ഇത് വലിയ നേട്ടമുള്ള ഒരു സംഗതിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് തന്നെ നമ്മളുടെ കേരളത്തിലെ അനുഭവം വെച്ച് തന്നെ പരിശോധിച്ചാൽ 91 തെരഞ്ഞെടുപ്പ് നടത്താൻ EK നായനാർ സർക്കാർ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തുക, എന്നിട്ട് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വലിയ ചെലവ് ഒഴിവാക്കുക, 2 തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമായി നടത്തുന്നതിൻ്റെ വലിയ ചെലവ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. 87-ലെ സർക്കാർ 91 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അപ്പോൾ 4 വർഷം മാത്രമാണ് തികഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് അടിസ്ഥാന കാരണം വലിയൊരു ചെലവ് 2 വർഷത്തിന് 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് ഒഴിവാക്കുക എന്നൊരു നിലപാടായിരുന്നു. അത്തരത്തിലുള്ള വലിയ ചെലവാണ്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഭീമമായ ചെലവാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഒരു പോളിംഗ് ബൂത്ത് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, പോളിംഗ് അസിസ്റ്റൻ്റ് ഉണ്ടാവും, പോളിംഗ് ഓഫീസർ ഉണ്ടാവും, പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടാവും. അത്തരത്തിൽ വലിയൊരു സംവിധാനം സഞ്ചരിച്ച് ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു സംവിധാനമുണ്ട്. അത്തരത്തിൽ വലിയൊരു ഡ്യൂട്ടി, അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രഖ്യാപിക്കുന്ന ആ നിമിഷത്തിന് തൊട്ട് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ ഗവൺമെൻറ് മിഷനറി മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സിസ്റ്റമായി മാറുന്ന ഒരു രീതിയാണ്. സ്വാഭാവികമായും പല പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ട സാഹചര്യമെല്ലാം തന്നെ സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ ഒരു മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ വൻ പുരോഗതി നേടുന്ന ഒരു രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെയൊക്കെ മന്ദീഭവിപ്പിക്കുന്നതിനെ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടാകുമ്പോൾ പ്രഖ്യാപനങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഒരു പിന്നോട്ടടിക്കുന്ന ചില പ്രശ്നങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വലിയൊരു ജനാധിപത്യത്തിലെ വലിയ ജനസംഖ്യയുള്ള രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വലിയ ബാധ്യത ഉണ്ടാക്കി വയ്ക്കുമെന്നൊരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു രീതിയിലേക്ക്, ഒരു ആശയത്തിലേക്ക് പോയത്. ഈ ആശയത്തിൻ്റെ അടിസ്ഥാനപരമായി ഈ ഇത് നടപ്പാക്കുമ്പോൾ പ്രധാനമായും നിരവധി വിഷയങ്ങളുണ്ട്. രാജ്യസഭയും ലോക്സഭയും അതുപോലെ നിയമസഭകളും ചേർന്ന നിയമനിർമ്മാണ സംവിധാനമാണ് ഭാരതത്തിലുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും മാത്രമാണ് സഭയ്ക്ക് കാലാവധിയുള്ളത്. മറ്റേ രാജ്യസഭയാണെങ്കിൽ അത് അംഗങ്ങളുടെ കാലാവധിയാണ്, 6 വർഷം തികയുന്ന അംഗങ്ങൾക്കാണ് കാലാവധി. എന്നാൽ ലോക്സഭയിലും നിയമസഭയിലും അത് സഭയുടെ കാലാവധിയാണ്. ഈ സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ്. നിയമസഭയുടേതാണെങ്കിൽ അത് 172 അനുച്ഛേദവും അതുപോലെ തന്നെ ലോക്സഭയുടേതാണെങ്കിൽ അത് 82 അനുച്ഛേദവുമാണ്. ഇത്തരത്തിൽ 2 അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട് ചില നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടി വരും. അതായത് ഈ 5 വർഷം കാലാവധി ഡിക്ലെയർ ചെയ്യുന്നിരിക്കുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോൾ ആ കാലാവധി ഇത്ര കൊണ്ട് കുറയുന്നതിൽ നിയമപരമായോ അല്ലെങ്കിൽ ഭരണഘടനാപരമായോ പ്രശ്നങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി വേണ്ടി വരും. അവിടെ നിന്ന് തന്നെ ഭരണഘടനാ ഭേദഗതി മുതൽ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും അതുപോലെ തന്നെ മറ്റു വിവിധങ്ങളായ നിയമങ്ങളെല്ലാം തന്നെ പരിഷ്കരിക്കേണ്ടി വരും. അതിന് അടിസ്ഥാനപരമായ ഒരു നിയമനിർമ്മാണമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിയമനിർമ്മാണം. നമുക്കറിയാവുന്നതാണ്, മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ പ്രത്യേക സമിതി ഇക്കാര്യം പരിശോധിച്ചിരുന്നു, ഒരു റിപ്പോർട്ടും സമർപ്പിച്ചു. ആ ഒരു കമ്മിറ്റി പരിശോധിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് ഇന്നലെയാണ് ക്യാബിനറ്റ് അംഗീകരിക്കുകയും ചെയ്തത്. ക്യാബിനറ്റ് അംഗീകരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉടൻ തന്നെ ഈ നിയമം പാർലമെൻറ്റിൽ, അതായത് നിലവിലെ ശൈത്യകാല സമ്മേളനത്തിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിലോ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ബില്ലിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾ വേണ്ടിവരും. ഒരു കൺസെൻസസ് വ്യാപകമായി ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടി JPCയുടെ ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനവും നിർണായകവുമായ കാര്യം എടുത്തു പറയുന്നത്,
നിയമസഭാ സ്പീക്കർമാരുടെ സമ്മേളനം വിളിക്കുമെന്നാണ്. നിയമസഭാ സ്പീക്കർമാരുടെ സമ്മേളനം വിളിച്ച് ഏത് രീതിയിലാണ് ഈ ബില്ല് സംബന്ധിച്ച മുന്നേറ്റം അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നിയമസഭകൾ സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മാറ്റത്തിലേക്ക് കളമൊരുക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു ബാധ്യത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയൊരു ബാധ്യത പരമാവധി കുറയ്ക്കുന്നതിനും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കുന്നതിനുമുള്ളൊരു നീക്കമാണ് ഉണ്ടാവുക. പ്രാഥമികമായി നിയമസഭകളിലേക്കും അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കുമാണ്, ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് ഒരുമിച്ച് നടത്താനുള്ളൊരു നീക്കം നടക്കുന്നത്. പ്രധാനമായി അത് എടുത്തു പറയേണ്ടത് അത് നിയമനിർമ്മാണ സഭകളാണ്. മറ്റെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളും അനുബന്ധ സംവിധാനങ്ങളുമായതിനാൽ തന്നെ ഈ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭകളുടെ ആ ഒരു കാലാവധി നിശ്ചയിക്കുന്നത് അടിയന്തരമായി ഒരേ സമയം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് നിയമനിർമ്മാണ സഭകളുടെ തെരഞ്ഞെടുപ്പുകൾ ആദ്യം, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും തെരഞ്ഞെടുപ്പുകൾ ആദ്യം ഒരൊറ്റ തവണയായി നടത്തുകയും പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ സംവിധാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക എന്നതാണ് മറ്റൊരു ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പണി. ആ ജോലികളെല്ലാം തന്നെ പിന്നീട് നടപ്പാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാവുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നു. ലോകത്തിൻ്റെ തന്നെ മാതൃകയായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരമൊരു നീക്കങ്ങൾ നടത്തുമ്പോൾ ഏറെ കൂടിയാലോചനകളും ഏറെ സമയമെടുക്കും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ഈ BJPയുടെ പ്രഖ്യാപനം, അതായത് ഒരു രാഷ്ട്രീയ തലത്തിൽ രാഷ്ട്രീയമായ പ്രഖ്യാപനം എന്ന രീതിയിൽ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പരിശോധിക്കുമ്പോഴും നിർണായകമായൊരു നീക്കമായി തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു നേട്ടമായി തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തെ കണക്കാക്കേണ്ടത്. പ്രദീപ്. ഓക്കെ, ശരി. ഇനി മറ്റൊരു വിഷയത്തിലേക്ക്. കരാർ ലംഘനം നടത്തിയ ടീകോമിനെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാർ തുടരാൻ അനുവദിച്ചതിലും ദുരൂഹത. ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരമല്ല, ഓഹരി വിലയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴും ഈ കാലതാമസം ചർച്ചയാവുകയാണ്. കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഈ ദുരൂഹതകൾ ഏറി വരികയാണ് ഈ ടീകോമുമായുള്ള ബന്ധത്തിൽ, ഇടപാടുകളിൽ. വിവരങ്ങൾ എന്താണ്? വീണ, ഈ സ്മാർട്ട് സിറ്റി വിഷയത്തിൽ ടീകോമിനോടുള്ള സർക്കാർ സമീപനം ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ ദുരൂഹത ഉയർത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ കരാർ ലംഘനം നടത്തി എന്ന് പറയുമ്പോൾ പോലും ടീകോമിനെതിരായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്. നേരത്തെ ഈ കരാർ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നത് 10 വർഷത്തിനുള്ളിൽ തന്നെ 88 ലക്ഷം ചതുരശ്ര അടിയിലുള്ള ടൗൺഷിപ്പ്, IT ടൗൺഷിപ്പിന്റെ നിർമ്മാണവും ഒപ്പം തന്നെ 90,000 പേർക്കുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്നതായിരുന്നു കരാറിലെ വ്യവസ്ഥയുണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ടീകോം പാലിച്ചിട്ടില്ല. 10 വർഷം പിന്നിട്ടിട്ട് പോലും ഇതിന്റെ പകുതി പോലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ നിർമ്മാണ പ്രവൃത്തികൾ നടത്താനോ ഒന്നും തന്നെ ടീകോമിന് സാധിച്ചിരുന്നില്ല. ആദ്യം ടീകോമിനെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് ഇവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഒഴിവാക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. പിന്നീട് ഈ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ഈ നഷ്ടപരിഹാരം നൽകാതെ എങ്ങനെ ഒഴിവാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നു. പിന്നീട് ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു വിശദീകരണം, ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നത്, പകരം ഈ ടീകോമിന്റെ ഓഹരി നിക്ഷേപമാണ്, അത് മടക്കി നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഒരു വിശദീകരണം ഉണ്ടാകുമ്പോൾ പോലും ടീകോമിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. ഏതായാലും ഈ ചട്ടലംഘനം നടത്തിയ ഒരു സ്ഥാപനം, ഈ ചട്ടലംഘനം വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ സ്ഥാപനത്തിനെതിരായിട്ട് ഒരു കൃത്യമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് വലിയൊരു വിമർശനമായി തന്നെ ഉയരുന്നത്. വീണ. ഓക്കെ, 4.5 പതിറ്റാണ്ട് മുൻപ് ഏകാദശി നാളിൽ വിടവാങ്ങിയ ഗജരാജൻ കേശവന് ഗുരുവായൂരിൽ അനുസ്മരണം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ. ങ്ങളിൽ ഒന്നാണ് ഒരു ആനയ്ക്ക് അനുസ്മരണം നടത്തുന്ന ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏക ചടങ്ങ് ഇതായിരിക്കും. 1976 ഡിസംബർ 2 ഏകാദശി ദിനത്തിലായിരുന്നു കേശവൻ വിടവാങ്ങുന്നത്. ഗുരുവായൂർ കേശവനായിട്ടുള്ള അനുസ്മരണ ചടങ്ങുകൾ ആണ് ഗുരുവായൂരിൽ നടക്കുന്നത്. ഒരുപക്ഷെ വിവിധ ചടങ്ങുകൾ പോലെ, വിവിധ ആചാരങ്ങൾ പോലെ വർഷാവർഷം കൃത്യമായി ഒരു ആനയ്ക്കായി ഒരു അനുസ്മരണം ക്ഷേത്ര പരിസരത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു അപൂർവതയാണ്, അല്ലേ വീണ?
ഗുരുവായൂർ കേശവൻ അനുസ്മരണം. പക്ഷേ അതുപോലെ തന്നെ ഒരു ആനയെ കുറിച്ച് ആന സിനിമകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. ലോകമെമ്പാടും ആനകളെ കുറിച്ച് സിനിമകളൊക്കെ ഉണ്ടായി. പക്ഷെ ഒരു ആനയെ കുറിച്ച് ഒരു സിനിമ ഇറങ്ങുക, അതൊരു വലിയ ഹിറ്റ് ആവുക, അല്ലെ? കണ്ണീരോടുകൂടി ജനങ്ങൾ അത് വീക്ഷിക്കുക, ഓർക്കുക. 1976 എന്ന് പറയുന്നത് ഇന്ന് അവിടെ ദർശനം നടത്തുന്നവരിൽ എത്ര പേർ അന്ന് ജനിച്ചിട്ടുണ്ടാവും എന്ന് കൂടി ആലോചിക്കണം. വീണ ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഗുരുവായൂർ കേശവന് മുന്നിൽ ഭക്തജനങ്ങളും ആനയും, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ചടങ്ങുകൾ അവിടെ നടക്കുന്നത്? ഗുരുവായൂരിൽ ഗുരുവായൂർ കേശവൻ അനുസ്മരണ ചടങ്ങുകൾ നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂരിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു. ആനന്ദ്, കേൾക്കാം, പറഞ്ഞോളൂ. ഗുരുവായൂരമ്പലത്തിന് സമീപം ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ആനയായിരുന്ന ഗുരുവായൂർ കേശവൻ്റെ സ്മാരകത്തിൻ്റെ മുന്നിലാണ് ആനയുടെ നേതൃത്വത്തിൽ തന്നെ. ആനന്ദ്, എന്താണ് അവിടെ നടക്കുന്ന ചടങ്ങുകൾ, എന്തൊക്കെയാണ്? പറയുന്നത് തന്നെ ഏകാദശിയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ്. 4.5 പതിറ്റാണ്ട് മുൻപ് ഏകാദശി നാളിലാണ് ഗുരുവായൂർ കേശവൻ വിടവാങ്ങിയത്. ഈ കേശവന്റെ ഓർമ്മപൂക്കളുമായി ഇവിടെ ഇന്ദ്രസേനന്റെ കാണുന്ന അഭിഷേകവും അതുപോലെ തന്നെ പുഷ്പചക്രം അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ തിരുവങ്ങാവ് ക്ഷേത്രത്തിൽ നിന്ന് ഗജപൂജയ്ക്കും ആനയൂട്ടിനും ശേഷം അനുസ്മരണ ഘോഷയാത്രയോട് കൂടിയായിരുന്നു ഇതിന്റെ ആരംഭം. കേശവന്റെ ഛായാചിത്രം കൊമ്പൻ ഇന്ദ്രസേനൻ വഹിച്ചുകൊണ്ട് 5 ആനകളുടെ അകമ്പടിയോട് കൂടിയാണ് ഇത്തവണ ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങളോട് തന്നെ 5 ആനകളുടെ അകമ്പടിയോട് കൂടിയാണ് എത്തിച്ചത്. ഈ അനുസ്മരണ പഴമെടുക്കുന്നത് കടവ് ദിവസങ്ങളിൽ കൊമ്പൻ ഗുരുവായൂർ കേശവനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രസേനന്റെ പുറത്ത് ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം വെച്ചുകൊണ്ട് അനുസ്മരണം നടക്കുന്ന ചടങ്ങ് തീർച്ചയായിട്ടും ഭക്തിതന്ത്രം തന്നെയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ആനയ്ക്ക് അനുസ്മരണം നടത്തുന്ന ലോകത്തിൽ തന്നെ ഏക ചടങ്ങായതുകൊണ്ട് തന്നെ കേശവന്റെ അനുസ്മരണം ഗുരുവായൂരിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ്. ഈ കോവിഡ് സാഹചര്യത്തിലാണ് പിന്നീട് ഇത്തരത്തിൽ ഈ ആനകളുടെ എണ്ണം കുറച്ചുള്ള ഒരു രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ, പക്ഷെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ദേവസ്വത്തിലെ 5 ആനകളാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ ശ്രീവത്സത്തിന്റെ ഈ അഭിമന്ദിരത്തിലെ ഈ കേശവൻ പ്രതിമയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ സ്മരണാഞ്ജലി അർപ്പിക്കുന്നത്. ദേവസ്വം കൊമ്പൻ ഇന്ദ്രസേനൻ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റിക്കൊണ്ട് നടത്തുന്ന അനുസ്മരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കൊമ്പൻ ബൽറാം ശ്രീ ഗുരുവായൂരപ്പന്റെ ചിത്രവും കൊമ്പൻ വിഷ്ണു ഭഗവതിയുടെ ചിത്രവും ശിരസിലേറ്റിക്കൊണ്ട് അനുഗമിക്കുന്നത് പിന്നിലുണ്ട്. ശ്രീവത്സത്തിന് മുന്നിൽ ദേവസ്വത്തിന്റെ ആനകളായിട്ടുള്ള അക്ഷയകൃഷ്ണൻ, ഗോപികൃഷ്ണൻ, വിനായകൻ, പീതാംബരൻ, ദേവി എന്നിവരും എത്തി ഗുരുവായൂർ കേശവനെ ശ്രദ്ധാഞ്ജലി നേരും. എന്തായാലും തീർച്ചയായിട്ടും വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. കാണുന്ന എല്ലാ കാഴ്ചക്കാരെയും ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപക്ഷെ കാണാത്തവർ, അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും അധികം അപൂർവങ്ങളിൽ അപൂർവമാക്കുന്നത് എന്ന് പറയുന്നത്, ഒന്ന്, ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ ഈ അനുസ്മരണം, ഈ ഓർമ്മ ദിനം മാറുന്നു. 2, ഒരു ആനയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് സ്മാരകം ഉയരുന്നു. ആനയുടെ പൂർണ്ണകായ പ്രതിമ തന്നെ ഉയരുന്നു. 3, ഈ ആനയുടെ പേരിൽ ഗുരുവായൂർ കേശവൻ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുന്നു. അത് ഏറെക്കുറെ ആ കാലഘട്ടത്തിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കഥകളും ഒക്കെ വച്ചിട്ട് ഗുരുവായൂർ കേശവൻ എന്ന ഒരിക്കലും അസുലഭമായ അപൂർവമായ ഒരു ഓർമ്മയും സ്നേഹവും ഒക്കെ വെളിവാക്കുന്ന കഥയുമായി സിനിമ ഇറങ്ങുന്നു.
4.5 പതിറ്റാണ്ടായി ആ ആനയ്ക്ക് ഗുരുവായൂർ ഏകാദശി ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങ് നടക്കുന്നു. അത് ക്ഷേത്ര ചടങ്ങുകളുടെ തന്നെ ഭാഗമായി മാറുന്നു. പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായി തന്നെ മാറുകയാണ്. മറ്റൊന്ന്, ഏകാദശി ദിനത്തിൽ തന്നെ ഗുരുവായൂർ കേശവൻ വിടവാങ്ങി എന്ന് പറയുന്നതിൽ പോലും ഉണ്ട്. അല്ലെ, ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഒരു വൈകാരികമായ ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ബന്ധം. ഇതിനൊക്കെ പുറമെ ആന തന്നെ വന്ന്, തിടമ്പേറ്റി ആന തന്നെ വന്ന് ഗുരുവായൂർ കേശവന്റെ ഗുരുവായൂർ കേശവന്റെ ഫോട്ടോയാണ്. ഗുരുവായൂർ കേശവന്റെ തിടമ്പുമായി വന്ന് ഗുരുവായൂർ കേശവന് അവിടെ അഭിവാദ്യം, അതല്ലെങ്കിൽ ഗുരുവായൂർ കേശവന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഓർമ്മ പുതുക്കുന്നു. അനുസ്മരണ ചടങ്ങ് നടക്കുന്നു. എല്ലാവിധത്തിലും കെട്ടി അലങ്കരിച്ച പ്ലാറ്റ്ഫോമിലാണ്. ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കും അവിടെയുണ്ട്. ഈ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ കേശവൻ അനുസ്മരണമാണ് ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്, മനസ്സിനെ നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഓരോ ഭക്തരുടെയും മനസ്സിനെ നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി മുമ്പ് നമ്മൾ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റിക്കൊണ്ട് ഗുരുവായൂർ കേശവയ്ക്ക് മുൻപിൽ നിന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഒരുപക്ഷെ ഇത്തരം ആചാരങ്ങൾ കൊണ്ട് തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ക്ഷേത്ര സങ്കേതങ്ങളും ഈ ഭാരതത്തിൽ വ്യത്യസ്തപ്പെട്ടു നിൽക്കുന്നത്. ഒരു ആനയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എങ്ങനെയാണ് ആ ഒരു വിശ്വാസി സമൂഹം ഇത്തരത്തിലുള്ള ചടങ്ങിലെ പ്രാധാന്യത്തോടു കൂടി കാണുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്തരം ആചാരങ്ങൾ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പൈതൃകം ഉറങ്ങിക്കിടക്കുന്നത് ഇത്തരം ആചാരങ്ങൾ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും ഒരുപക്ഷെ കണ്ണുകൾ നിറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ആ തലത്തിലേക്ക് തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും വൈകാരികമായി കൊണ്ട് ഈ ഒരു ചടങ്ങിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത്തവണ ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ 5 ഗജരാജന്മാർ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്, അകലം പാലിച്ചുകൊണ്ട്. പക്ഷേ ഏതാണ്ട് 30-ലധികം ആനകൾ പൊതുവെ പങ്കെടുത്തിരുന്ന ഒരു ചടങ്ങാണ് ഇത്തവണ ഇത്തരത്തിലുള്ള കുറേണ്ടി വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേവസ്വം ഭാരവാഹികൾ പുഷ്പചക്രം ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗുരുവായൂർ കേശവനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുവായൂരിൻ്റെ സ്വന്തം കേശവൻ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ ആനകളിലൊന്നായിരുന്നു. ഈ ഗുരുവായൂർ കേശവനെ സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ 1976 ആന ചരിയുന്നത്. പക്ഷെ കാണാത്തവർക്ക് പോലും ഗുരുവായൂർ കേശവനെ പല രീതിയിൽ കാണാനുള്ള, അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകാദശി ദിനത്തിൽ തന്നെയാണ് ഗുരുവായൂർ കേശവൻ ഈ ലോകത്തോട് വിടവാങ്ങുന്നത് എന്ന് പറയുന്നത് പോലും ഒരു പുണ്യമായി പല ഭക്തജനങ്ങളും കരുതുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ദേവസ്വം ആനയെ അനുസ്മരിക്കുന്നതാണ്. പുഷ്പചക്രങ്ങളും സമർപ്പിച്ച്, പൂക്കളും സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് മുൻപിൽ, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന്റെ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഓരോരുത്തരായി പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കാണുന്നത്. അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് കൊമ്പൻ ഇന്ദ്രസേനനെ എത്തിക്കൊണ്ട് ഗുരുവായൂർ കേശവന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചടങ്ങുകൾ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ക്ഷേത്ര സങ്കേതങ്ങളെയും അതിൻ്റെ വ്യത്യസ്തപ്പെടുത്തുന്നതും. ഈ പൈതൃകങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഈ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഈ അനുസ്മരണ ഏറ്റവും ലോകത്തെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് ജനം ടി വിയിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആനയ്ക്ക് അനുസ്മരണ ചടങ്ങ്, അതും ഒരു ക്ഷേത്രത്തിൻ്റെ സുപ്രധാന ചടങ്ങുകളിലൊന്നായി മാറുന്നു. ഗുരുവായൂർ ഏകാദശി തലേന്ന് ഗുരുവായൂർ ഏകാദശിക്ക് ചരിഞ്ഞ ഗുരുവായൂർ കേശവൻ എന്ന ഗജവീരന് അനുസ്മരണം ആണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടക്കുന്നത്. ക്ഷേത്രത്തിൽ പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗുരുവായൂർ കേശവൻ എൻ്റെ സ്മാരകത്തിൽ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഗുരുവായൂർ കേശവൻ്റെ തന്നെ ഛായാചിത്രമുള്ള തിടമ്പേറ്റി വന്ന ആനയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത്. ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം തന്നെ അവിടേക്ക് ഉണ്ട്. ഇപ്പോൾ ദേവസ്വം ഭാരവാഹികളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ അനുസ്മരണ ചടങ്ങുകളുടെ ഭാഗമായി 76 ചെരിഞ്ഞ ഒരു ആനയ്ക്ക് ഇപ്പോഴും ഈ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴാണ് ഈ മൃഗസംരക്ഷണത്തിൻ്റെ പേരിൽ, ഈ ആന എഴുന്നേൽപ്പുകളുടെ പേരിൽ ഇത്രയധികം മറ്റിടങ്ങളിൽ നിന്നുള്ള
വലിയ ചർച്ചയാവുകയാണ്. ആനകൾ തമ്മിലുള്ള ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന ആനകൾ തമ്മിൽ എത്ര മീറ്റർ അകലം വേണം എന്നുള്ള മട്ടിലൊക്കെയുള്ള ചില കോടതി നിർദ്ദേശങ്ങൾ ഇന്ന് ചർച്ചയാവുകയാണ്. വിമർശനത്തിന് വിധേയമാവുകയാണ് ആ വിധി പോലും. ഓക്കെ, നമുക്കിനി മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഈ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. ഏത് ജില്ലാ സമ്മേളനങ്ങൾ? CPM ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വിഭാഗീയതയും ചേരിപ്പോരും എത്ര കണ്ട് ഏരിയ സമ്മേളനങ്ങളിൽ രൂക്ഷമായി. എവിടെയൊക്കെ ഇപ്പോൾ ഏരിയ സമ്മേളന പ്രതിനിധികൾ ഉണ്ട് എന്നുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ആരുമില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പലയിടങ്ങളുണ്ട്. ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു. കൊട്ടിയത്ത് നടക്കുന്ന CPM കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അത് പുറത്തറിയാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ തർക്കം. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സുധീഷിനെ ടെലിഫോൺ ലൈനിൽ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. സുധീഷ് കഴിഞ്ഞ ദിവസം സുധീഷാണ് ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വിശകലനം നൽകിയിട്ടുള്ളത്. മനോജ്, കൊല്ലത്ത് എത്ര ശക്തമാണ് വിഭാഗീയത? വളരെ വർഷങ്ങൾക്ക് ശേഷം ഇത് ചർച്ചയാക്കിയത് തന്നെ ഒരുപക്ഷെ VS പിണറായി വിഭാഗങ്ങൾ ഇങ്ങനെ ചേരിതിരിഞ്ഞ് പോരാടിയതിനു ശേഷം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗീയതയുടെ ലക്ഷണങ്ങൾ, അത് വലിയൊരു വിഭാഗം ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ എന്ന് പറയുമ്പോൾ പോലും വളരെ സൂക്ഷിച്ച് കൃത്യമായി പറയണം. ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് തന്നെ രണ്ടായി മാറിയിരിക്കുകയാണ്. ഒരു പക്ഷേ സംസ്ഥാനത്തെ CPM നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രവണത, അതല്ലെങ്കിൽ ഒരു പാരമ്പര്യം, അതല്ലെങ്കിൽ അവരുടെ ഒരു ചട്ടവും ചിട്ടയും എന്ന് പറയുന്നത് ഏറ്റവും ശക്തൻ ആയി സംസ്ഥാനത്തുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന നേതൃത്വവുമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അതിന് വിധേയമായി അതിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാഴ്ചയാണ് വീണ നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിന് മാറ്റം വരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുകളിലുള്ളൊരു ശക്തിയായി പിണറായി വിജയൻ എന്നുള്ളൊരു ധാരണ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഒന്ന്. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ VS അച്യുതാനന്ദൻ ചേരിപ്പോര് പാർട്ടിയെ തളർത്താതിരിക്കാൻ അല്ലെങ്കിൽ ഭരണത്തെ ബാധിക്കാതിരിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാണ്. പക്ഷേ ശ്രീ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ആ ശബ്ദമല്ല കേൾക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിയോട് വിയോജിപ്പുള്ള നല്ലൊരു ശതമാനം യഥാർത്ഥ പാർട്ടിക്കാർ തങ്ങളാണെന്ന് വിശ്വസിക്കുന്ന, പാർട്ടിയുടെ ആദർശത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തിൽ അതൃപ്തിയുള്ള പഴയകാല നേതാക്കൾ, അത് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ G സുധാകരൻ, ശ്രീ തോമസ് ഐസക്, ശ്രീ P ജയരാജൻ, ശ്രീ EP ജയരാജൻ എന്നിവർ അടക്കമുള്ളവർ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയനൊപ്പം അടിയുറച്ച് നിന്ന് പോരാടിയിട്ടുള്ളവർ, പിന്നീട് തഴയപ്പെട്ടവർ, ഇവരുടെ നേതൃത്വത്തിൽ പാർട്ടിയിൽ ഒരു വലിയ നിര രൂപം കൊണ്ടിട്ടുണ്ട്. ഇവർക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇവർക്കൊപ്പം സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിഭാഗീയതയാണ് തലപൊക്കുക എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. വളരെ രൂക്ഷമായി, വളരെ പരസ്യമായി ഏറ്റവും താഴെ തട്ട് മുതലുള്ള സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ അടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ആദ്യ ജില്ലാ സമ്മേളനത്തിന് തുടക്കമിടുന്നത്. മനോജ്, എന്താണ് കൊല്ലത്തെ പാർട്ടിയുടെ അവസ്ഥ? എന്തൊക്കെ പ്രതീക്ഷിക്കാം? തീർച്ചയായും പ്രദീപുള്ള ബ്രാഞ്ച് തലങ്ങൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങളും അതോടൊപ്പം തന്നെ വിഭാഗീയതയും രൂക്ഷമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 18 ഏരിയ കമ്മിറ്റികളുള്ളതിൽ അതിൽ 17 ഏരിയ കമ്മിറ്റികൾ മാത്രമാണ് ഈ ഒരു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കാരണം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഇതിനകം തന്നെ പിരിച്ചുവിട്ടിരുന്നു. അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ഒരു പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി. അതായത് പാർട്ടി പ്രവർത്തകർ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു, പ്രതിഷേധ മാർച്ച്. അത് പിന്നെ തെരുവ് യുദ്ധമായി മാറുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഭാഗീയതയെ കണ്ടത്. എന്തായാലും അത്തരത്തിലൊരു ഏരിയ സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ ലോക്കൽ സമ്മേളനങ്ങളും അടക്കം പൂർത്തിയാവാതെയാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കൊല്ലം ജില്ല കടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും നേതൃത്വത്തിനെതിരെയും ഒക്കെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരാൻ തന്നെ ഈ ജില്ലാ സമ്മേളനത്തിലും സാധ്യതയുണ്ട്. അത് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം ആദ്യ
സമ്മേളനമാണ്, ആദ്യ ജില്ലാ സമ്മേളനം. ഇതിന്റെ ചുവട് പിടിച്ചായിരിക്കും മറ്റ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുക. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തന്നെയാണ് CPM ഈ ഒരു ജില്ലാ സമ്മേളനത്തെ കാണുന്നത്. ഈ ഒരു സമ്മേളനം നിയന്ത്രിക്കാൻ വലിയൊരു നേതൃനിര തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും കടുത്ത വിഭാഗീയത അത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അടക്കം രൂക്ഷമാകുന്നു. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള വനിതാ പ്രവർത്തകർ സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത്തരത്തിൽ ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു, ഏരിയ സമ്മേളനങ്ങൾ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. ജില്ലാ നേതാക്കൾക്കെതിരെയും സംസ്ഥാന നേതാക്കൾക്കെതിരെയും പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ ഈ ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിൽ തന്നെയാണ് ഈ ജില്ലാ സമ്മേളനത്തെ നേതാക്കൾ നോക്കിക്കാണുന്നത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ഈ സമ്മേളനത്തിൽ എത്തുന്ന പ്രതിനിധികൾ അതിനെതിരെ വിമർശനം ഉയർത്തും. അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതും കൊല്ലത്ത് തന്നെയാണ്. മാർച്ച് ആദ്യവാരമാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. ഈ കൊല്ലം ജില്ലയിലുണ്ടായ പൊട്ടിത്തെറികൾ അത് ജാഗ്രതയോടുകൂടി CPM കാണുന്നു. അതിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി CPM ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നു, തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിൽ തന്നെ വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കി. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് കൊല്ലത്തേക്ക് എത്തി. പിന്നീട് ആ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ട ശേഷം അഡ്ഹോക് കമ്മിറ്റിയെ നിയമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ തന്നെ മറ്റൊരു കാര്യം, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു വിമത നീക്കത്തിന് അണിയറയിൽ പ്രവർത്തിച്ചു എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരത്തിലുള്ള നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണം വരെ ആവശ്യപ്പെടും. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് അത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ വിഭാഗീയത രൂക്ഷമാണെങ്കിലും ഇങ്ങനെ ഒരു തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഇക്കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് CPM കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങൾ പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സംസ്ഥാന സമ്മേളനം മാർച്ചിൽ കൊല്ലത്ത് നടത്തേണ്ടത്. അതിനു മുൻപായി തന്നെ ഈ ജില്ലയിലെ വിഭാഗീയത പരിഹരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യവുമായാണ് പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത്, സംസ്ഥാന സെക്രട്ടറി അടക്കം. പക്ഷേ വിഭാഗീയത രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്, ചേരിപ്പോര് രൂക്ഷമാകുന്ന സാഹചര്യം. എന്തായാലും ഇന്ന് ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നു. ഇവിടെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മനോജ്, പ്രേക്ഷകർ ഒരുപക്ഷെ നമ്മളും ഏറ്റവും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്നത് സമ്മേളനത്തിന്റെ പൊതു ചർച്ചയിലേക്ക് നടക്കുമ്പോഴാണ്. തുടക്കത്തിലുള്ള മറ്റ് ചടങ്ങുകളൊക്കെ പതിവ് പടി ചട്ടപ്രകാരം തന്നെ നടക്കും. പക്ഷേ ചർച്ചകളിലേക്ക് കടക്കുമ്പോഴുള്ള വിവരങ്ങൾ, റിപ്പോർട്ടുകളാണ് ഏറ്റവും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. മറ്റൊരു ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. പത്തനംതിട്ടയിലേക്കാണ്. 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും 3 പഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോന്നി ബ്ലോക്ക് ഇളകൊള്ളൂർ ഡിവിഷൻ, പന്തളം ബ്ലോക്ക് വല്ലന ഡിവിഷൻ, നിരണം പഞ്ചായത്തിലെ 7-ാം വാർഡ്, എഴുമറ്റൂർ പഞ്ചായത്തിലെ 5-ാം വാർഡ്, അരുവാപ്പുല പഞ്ചായത്തിലെ 12-ാം വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. ഇനി അടുത്ത സ്പ്രിംഗ്ലറിലേക്കാണല്ലേ. അതെ, കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനി MKCL-ന് 10 ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയതിൽ പരാതികൾ ഉയർന്നിട്ടും സർക്കാർ പിന്നോട്ട് പോകുന്നില്ല. സർവകലാശാലകളിൽ ഈ സ്പ്രിംഗ്ലർ മോഡൽ ഡേറ്റ തട്ടിപ്പ് നടന്നിട്ടും പ്രതിപക്ഷവും മൗനം തുടരുകയാണ്. അതേസമയം സർക്കാർ നടപടിയിൽ പ്രതിഷേധം ABVP ശക്തമാക്കുകയാണ്. യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചാണ് രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, എങ്ങനെയാണ് ABVP ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്? ABVPയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വീണ, ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉടൻ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞ ദിവസം ABVP പരാതി നൽകിയിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തെത്തും എന്നുകൂടി ABVP അറിയിച്ചിരിക്കുകയാണ്. ഈ 4 വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ടാണ് ഈ കേറിപ്പ് എന്ന സോഫ്റ്റ്വെയറിന് രൂപം നൽകുന്നത്. ഈ കേറിപ്പ് സോഫ്റ്റ്വെയറിന് രൂപം നൽകുന്ന കമ്പനിയാണ് ഈ ഇത്തരത്തിൽ
MKCL എന്നുള്ള കമ്പനി, മഹാരാഷ്ട്ര നോളജ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ഈ കമ്പനി നേരത്തെ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ഈ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനിയാണ് ഈ MKCL എന്ന കമ്പനി. ഈ കമ്പനിക്കാണ് ഇത്തരത്തിൽ കേറിപ്പ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആക്ഷേപം. ഏതാണ്ട് 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ കമ്പനിക്ക് ഈ സോഫ്റ്റ്വെയർ വഴി സോഫ്റ്റ്വെയറിനെ കൈമാറുകയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടാണ്. ഈ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനിക്ക് ഇത്തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ABVP ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇത്രത്തോളം വിവരങ്ങൾ ഈ 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ടാണ്. അതായത് എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, വിദ്യാർത്ഥികളുടെ പ്രവേശനം മുതൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ആരോപണം. അതോടൊപ്പം തന്നെ ഈ കമ്പനി ടെൻഡറിൽ പങ്കെടുത്തില്ല എന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാരിന്റെ തന്നെ CDITനെയും അതോടൊപ്പം തന്നെ ചെന്നൈ IIT ഒക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കമ്പനിക്ക്, അതായത് MKCL എന്നുള്ള ഈ ഒരു മഹാരാഷ്ട്ര നോളജ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് ടെൻഡർ നൽകിയത്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഈ ടെൻഡർ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ABVP പരാതി നൽകിയിട്ടുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കം രംഗത്ത് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ട് പോയില്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി രശ്മി. ഒരു വിഷമിപ്പിക്കുന്ന വാർത്തയാണ് അല്ലെ കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുഴയിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. നെല്ലിയാടി പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പൊക്കൽക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്താണ് ഇത്? ഉറപ്പായും ഒട്ടും സുഖകരമല്ലാത്തൊരു വാർത്തയാണ്. നവജാത ശിശുവിൻ്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തുകയെന്ന് പറഞ്ഞാൽ ആരും അവിടെ ഉപേക്ഷിച്ചതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറെ സങ്കടകരമായ അതിദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മത്സ്യബന്ധനത്തിനായി പുഴയിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് ഏകദേശം പുലർച്ചെ 1:30 കൂടി പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹം കമഴ്ന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു. പോലീസ് പരിശോധിച്ചപ്പോഴാണ് പൊക്കിൾക്കൊടി പോലും അറുത്തു മാറ്റാത്ത രീതിയിലാണ് ആ കുഞ്ഞിന്റെ മൃതദേഹം ആ വെള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ മൃതദേഹം ഫയർഫോഴ്സ് എത്തി പുറത്ത് എടുത്തു തൊട്ടടുത്ത ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് ഇപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശം, ഈ നെല്ലിയാടിക്കടവ് പ്രദേശം എന്ന് പറയുന്നത് ഒരു ഗ്രാമ പ്രദേശമാണ്. നിരവധി വീടുകൾ ഉള്ളൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. മാത്രമല്ല, ഈ പുഴയ്ക്ക് മുകളിലായി ഒരു വലിയ ഒരു പാലമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ പാലത്തിൽ നിന്ന് മൃതദേഹം താഴേക്ക് ഇടാനുള്ള ഒരു സാധ്യതയും അന്വേഷണ സംഘം എന്തായാലും ഇപ്പോൾ തള്ളിക്കളയുന്നില്ല. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായി ഇതിനൊരു ആരാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഏറെ സങ്കടമുള്ള അതിദാരുണമായൊരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഏകദേശം പൊക്കിൾക്കൊടി പോലും അറുത്തു മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിദാരുണമായൊരു സംഭവം തന്നെയാണ് കൊയിലാണ്ടിയിൽ നടന്നിരിക്കുന്നത്. ഓക്കെ, ശരി അനഘ. ശബരിമലയിൽ നടൻ ദിലീപിന്റെയും സംഘത്തിന്റെയും VIP ദർശനത്തിൽ ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഒരു സഹായവും ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് മുൻനിരയിൽ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ കുമാർ, ഇത് ഒരു ഭാഗത്തു നിന്ന് പറയുന്നു നടൻ ദിലീപ് എന്തോ അതിഭയങ്കരമായ ലംഘനം നടത്തി എന്നുള്ള മട്ടിൽ പറയുന്നു. അടുത്ത് അദ്ദേഹം ദർശനം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. മറ്റൊരു ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ട് അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ഈ ഒരു വിവാദം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. അതിന് ഹൈക്കോടതി ഞെട്ടലോട് ചോദിക്കുന്നു എങ്ങനെയാണ് ദിലീപിന് മുൻനിരയിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന്. പക്ഷേ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ലാത്തൊരു വസ്തുത എന്ന് പറയുന്നത് VIP-കളല്ല, അത് ഭരണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാംസ്കാരിക മേഖലകളിലെയും ഒക്കെ പ്രമുഖർ, ഭരണതലത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള പ്രമുഖർ എത്തുമ്പോൾ ഒക്കെ
പോലീസ് അകമ്പടിയോടുകൂടി മുൻനിരയിൽ കൊണ്ടുപോയി ദർശനം ഒരുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ദേവസ്വം ഗാർഡുകളാണ് അദ്ദേഹത്തെ മുന്നോട്ടേക്ക് നയിച്ചതെന്നും പ്രത്യേകിച്ചൊരു സഹായവും പോലീസ് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ട്. അല്ലേ കിരൺ? പ്രതീക്ഷ ഏതായാലും നടൻ ദിലീപിന് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ദർശനം ഒരുക്കിയത് ഇത്തരത്തിൽ പോലീസ് അല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇത് സ്വമേധയാ തന്നെ പരിഗണിച്ച കോടതി ഇതിൽ നേരത്തെ പോലീസ് കോർഡിനേറ്ററുടെ അടക്കം വിശദീകരണം തേടിയിരുന്നു. ഇതിൽ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് ഇത്തരത്തിൽ VIP ദർശനം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ശരി, കിരൺകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സംഗതിയുണ്ട് വീണ, ഒരു പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ VIP ദർശനം എന്നുള്ളത് അല്ലെങ്കിൽ സ്പെഷ്യൽ ദർശനം എന്നുള്ളത് ഒഴിവാക്കണം. ഇപ്പോൾ ഗുരുവായൂരിൽ ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ദർശനം ഇല്ല എന്ന് പറയുന്നു. ഗുരുവായൂരിലാണെങ്കിൽ 1000 രൂപ വാങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ദർശനമുണ്ട്, അല്ലാതെയുള്ള സ്പെഷ്യൽ ദർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ വിവിധ തരങ്ങളിൽ പ്രമുഖർ എന്ന് സമൂഹം പറയുന്നവരും സ്വയം പ്രഖ്യാപിക്കുന്നവർക്കും ഒക്കെ പ്രത്യേക ദർശനം, അല്ലെങ്കിൽ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേക ദർശനം അനുവദിക്കുന്നു. ഒന്നുകിൽ ഇത് ആർക്കും അനുവദിക്കരുത്, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളുടെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി മൂർച്ഛിക്കുന്നു. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ DYFI പ്രവർത്തകന് കോൺഗ്രസ് ഭരണസമിതിയുള്ള സ്ഥാപനത്തിൽ ജോലി കൊടുത്ത MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. MPയുടെ പാർട്ടി വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് പ്രവർത്തകരുടെ തീരുമാനം. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഇത് ഈ തമ്മിലടി വല്ലാതെ അങ്ങ് ഈ വിഷയത്തിൽ രൂക്ഷമായി നമ്മൾ കണ്ടതാണ്. പ്രതിഷേധവുമായി തെരുവിലേക്ക് വരെ ഇറങ്ങുന്നു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു സാഹചര്യം? വീണ, കണ്ണൂർ കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നുമില്ലാത്തൊരു തമ്മിലടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം കണ്ണൂർ മാടായി കോളേജ് അത് കോൺഗ്രസിന്റെ ഭരണസമിതിയുള്ള കോളേജ്. അവിടെയാണ് CPM അനുഭാവിയായ ഒരു യുവാവിന്, അതായത് അയാൾ MK രാഘവൻ MPയുടെ അടുത്ത ബന്ധുവാണെന്നും പറയുന്നുണ്ട്. MK രാഘവൻ MPയുടെ അടുത്ത ബന്ധുവായ CPM അനുഭാവിയായ ഒരു ചെറുപ്പക്കാരന് ആ കോളേജിൽ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ തലവേദനയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിന്റെ ഇന്റർവ്യൂ നടക്കുന്ന ദിവസം MK രാഘവൻ MPയെ കോളേജ് കവാടത്തിന് മുന്നിൽ തടയുന്നൊരു സാഹചര്യമുണ്ടായി. അതും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് കോളേജിനുള്ളിലേക്ക് പോവുകയായിരുന്നു MK രാഘവൻ MP. അന്ന് MPയെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 4 കോൺഗ്രസ് പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇത് കൂടുതൽ നില വഷളാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടി കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഒന്നാകെ ഇതിനെതിരെ രംഗത്ത് വരികയും MK രാഘവൻ ചെയ്ത നടപടി ഒറ്റുകാരൻ്റെതാണ് എന്ന് വിമർശനവുമായി രംഗത്ത് വരികയുമായിരുന്നു. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും DYFIക്കാർ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച സ്ഥലമാണ് ഈ പഴയങ്ങാടി. അതേ സ്ഥലത്താണ് ഇത്തരത്തിൽ CPM അനുഭാവിയായ DYFI പ്രവർത്തകനായ ഒരു യുവാവിന് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിയമനം നൽകിയത്. ആ നിയമനം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ വലിയ വിഷയം. മാത്രമല്ല, MK രാഘവൻ MPയുടെ നിലപാടിനെതിരെ കണ്ണൂർ DCCയും രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ MK രാഘവൻ MP എടുത്തൊരു നിലപാടാണ്. അതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് DCCക്കുമുള്ളത്. നിലവിൽ ഈ MK രാഘവൻ MP ചെയർമാനായിട്ടുള്ള കോൺഗ്രസിന്റെ ഈ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ DCC കഴിഞ്ഞ ദിവസം ഒരു നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, MK രാഘവൻ MP ഉള്ളിടത്തോളം പിന്നെ CPMകാർക്ക് പേടിക്കേണ്ട, CPM ഭരണത്തിലേക്കെടുത്തോളം കോൺഗ്രസിനെ പേടിക്കേണ്ട എന്നുള്ള അന്തർധാരയാണ് പുറത്തു പറഞ്ഞത്. പക്ഷേ ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയുടെ ഒരു സൂചനകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കെ കരുണാകരനുമായി ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ചേർന്ന് നിന്നവർ തഴയപ്പെടുന്നു എന്നുള്ള പരാതി തന്നോടും ചിലർ പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ
പലർക്കും ചുമതല നൽകി, തനിക്ക് മാത്രം ഒരു ചുമതലയും നൽകിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് ചാണ്ടി ഉമ്മൻ മഹാരാഷ്ട്രയിലടക്കം സന്ദർശനത്തിലായിരുന്നു എന്നുള്ള വിമർശനങ്ങളും പരാതികളും ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ആരെയും അങ്ങനെ തഴയേണ്ട കാര്യമില്ല, ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നില്ല, കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല തഴക്കവും പഴക്കവും വന്നൊരു നേതാവ് എയ്യുന്ന ഒളിയമ്പുകൾ പോലെ തുരുതുരുതുരാ വരികയാണ് ചാണ്ടി ഉമ്മൻ്റെ കയ്യിൽ നിന്ന്. എന്തായാലും അത്തരത്തിലുള്ള ഈ വാർത്തയും ഇതിൻ്റെ വിശദാംശങ്ങളും ഒട്ടും വൈകാതെ നമ്മുടെ ടിൻറ്റുദാസ് റിപ്പോർട്ട് ചെയ്യും. ഈ വാർത്തകളാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കുകയാണ്. അപ്പോൾ പൊട്ടിത്തെറിയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു അറ്റം മാത്രമാണ് കണ്ണൂരിൽ കണ്ടത്. തിരുവനന്തപുരത്തും പൊട്ടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് സമരം. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾക്കെതിരെ അമിത പിഴ ഈടാക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സൂചനാ പണിമുടക്ക്. കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പരിഹാരമായില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ സൂചനാ പണിമുടക്കിന് കാരണമായ സംഭവ വികാസങ്ങൾ എന്താണ്? ഈ പെട്ടെന്നുള്ള പണിമുടക്ക് പ്രഖ്യാപനമായിരുന്നോ? യാത്രക്കാരെ കാണാം, അവരാകെ വലയുന്നുണ്ടോ? തീർച്ചയായും വീണ, അതുതന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മോശമായ സമീപനം ഉണ്ടാകുന്നു എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. കാരണം പലയിടത്തും ബസ്സുകൾ നിർത്തിയിടുന്ന സമയത്ത് ബസ്സിന്റെ ഫോട്ടോ എടുത്ത് അടക്കം പിഴ ചുമത്തു എന്നൊരു പരാതിയാണ് ബസ് ഉടമകളെ സംബന്ധിച്ചുള്ളത്. അത് ആ ആവശ്യത്തെ സംബന്ധിച്ച് നിരവധി തവണ ചർച്ച നടത്തി ഇത്തരം അനാവശ്യ പിഴകൾ ബസ് ഉടമകൾ ബസ്സിന് ചുമത്തി നൽകരുത് എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ബസ് ഉടമകൾ നൽകിയതാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ചർച്ചകൾ തുടർച്ചയായി അലസിപ്പോയ പശ്ചാത്തലത്തിലാണ് ഇന്ന് സൂചനാ പണിമുടക്ക് നടത്താൻ വേണ്ടി ബസ് ഉടമകൾ തീരുമാനിച്ചത്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും പണിമുടക്കിക്കൊണ്ടാണ് ഈ ഒരു നീക്കത്തോടൊപ്പം ചേരുന്നത്. ഇന്നത്തെ സമരത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ വരുന്ന 18-ാം തീയതി മുതൽ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിത കാലത്തേക്ക് പണിമുടക്കാൻ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ ഈ സ്വകാര്യ ബസ് സമരം ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. റൂട്ടുകളെല്ലാം തന്നെ മുടങ്ങിയ സാഹചര്യത്തിലാണ് KSRTC നടത്തുന്ന സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലൊരു ആശ്വാസമായിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. കൗമാരക്കലയുടെ കേളീരവത്തിന് അനന്തപുരി ഒരുങ്ങുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കും. ജില്ലയിലെ 25 വേദികളിലായി നിരവധി പ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി GR അനിലിന് നൽകി പ്രകാശനം ചെയ്തു. കൗമാരകലയുടെ പൊൻവസന്തം അനന്തപത്മനാഭന്റെ മണ്ണിൽ പൂത്തുലിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. പുതുവത്സരത്തിൽ ജനുവരി 4 മുതൽ 8 വരെയാണ് കലാമേള നടക്കുക. സെൻട്രൽ സ്റ്റേഡിയം പ്രധാന വേദിയാക്കി ജില്ലയിലെ 25-ലധികം വേദികളിൽ മേള നടക്കും. ഗോത്രകലകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതാണ് ഇത്തവണത്തെ മേളയുടെ പ്രത്യേകത എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മംഗലം കളി, ഇരുള നൃത്തം, പണിയ നൃത്തം, മലപ്പുലയ ആട്ടം, പളിയ നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗോത്ര നൃത്ത കലകൾ. ഈ വർഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒരു സവിശേഷ കൂടിയുണ്ട്. മംഗലം കളി, ഇരുള നൃത്തം, പണിയ നൃത്തം, മലപ്പുലയ ആട്ടം, പളയ നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗോത്ര കലകൾ. മേളയുടെ ലോഗോ പ്രകാശനം ഇന്നലെ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി GR അനിലിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 101, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 110, സംസ്കൃതോത്സവത്തിൽ 19, അറബിക് കലോത്സവത്തിൽ 19 എന്നിങ്ങനെ ആകെ 249 മത്സരങ്ങളാണുള്ളത്. ജനം, തിരുവനന്തപുരം. ശരി, ഭാരതത്തിന്റെ ഗ്രാമീണ കായിക വിനോദമായ കബഡിയെ നെഞ്ചോട് ചേർത്ത് പ്രവാസികൾ. കാസർഗോഡ് കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി പ്രവാസി കൂട്ടായ്മയായ കൂട്ടം ആണ് അജ്മാനിൽ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. UAE-യിലെ പ്രമുഖ 16 ടീമുകൾ കളത്തിലിറങ്ങി. ഭാരതത്തിന്റെ ഗ്രാമീണ കായിക വിനോദമായ കബഡിയെ പ്രവാസികളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ്
കൂട്ടം കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. UAE പ്രമുഖ 16 ടീമുകൾ കളത്തിലിറങ്ങി. ഓരോ ടീമിനും ഇന്ത്യയിൽ നിന്നുള്ള 2 അതിഥി കളിക്കാരെ പങ്കെടുപ്പിക്കാമെന്നതിനാൽ പ്രോ കബഡി മറ്റ് പ്രമുഖ ലീഗുകളിൽ മത്സരിച്ച താരങ്ങൾ വരെ ടൂർണമെന്റിന്റെ ഭാഗമായി. കൂട്ടം കബഡി നൈറ്റ് 2024 ഞങ്ങളുടെ 3ാമത്തെ സീസണാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ നിന്നും മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ടീമുകളാണ് നമ്മുടെ വന്നിരിക്കുന്നത്. 16 ടീമുകൾ അടങ്ങുന്ന ഒരു വലിയ ടൂർണമെൻ്റാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, പുറത്ത് തന്നെ ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഒരു 2000-ഓളം ആൾക്കാരാണ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞത്. ഈ സമയം 2 മണിയാണ്. ഈ സമയത്തും കൂടി തിങ്ങി നിറഞ്ഞ ഒരു സ്റ്റേഡിയമാണ് കാണുന്നത്. കൂട്ടം സംഘടിപ്പിച്ച 3ാമത് കബഡി ടൂർണമെന്റ് ആയിരുന്നു ഇത്തവണത്തേത്. രാത്രിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ജോലിത്തിരക്കുകൾ മാറ്റിവെച്ച് എല്ലാവർക്കും കളി കാണാൻ എത്താനായി. രാത്രി 10 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ വരെ നടന്ന മത്സരം കാണാൻ സ്ത്രീകളടക്കം കബഡി പ്രേമികളായ ആയിരങ്ങളാണ് എത്തിയത്. കരുത്തും വേഗവും കൊണ്ട് എതിരാളികളെ വീഴ്ത്തി കളം കാലിയാക്കുന്ന കബഡി മത്സരം ആസ്വാദകരെ ആവേശത്തിലാഴ്ത്തി. കബഡി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഈ രാത്രി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് ഫാമിലി ആയിട്ട്. ഇത്രയും വൈകിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഇഷ്ടപ്രകാരം കൊണ്ടാണല്ലോ. നല്ലൊരു ആവേശമാണ്. കമന്ററി കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ലൊരു എനർജി. ഉറക്കമൊന്നും വരുന്നില്ല, ഉറക്കമൊക്കെ ഇല്ലേ ഇപ്പൊ. ഇത്രയും ലേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതാണ്. കബഡിയെ സ്നേഹിക്കുന്ന കായിക പ്രേമികൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ചാണ് മത്സരങ്ങൾക്ക് തിരശ്ശീല വീണത്. ജനം, ദുബായ്. പുതുപ്പള്ളിയുടെ സമയം ഇത് അവസാനിക്കാൻ പോകുന്നു. കാര്യം വളരെ പെട്ടെന്ന് വൈൻഡപ്പാണ്. അതിനു മുമ്പൊരു നമുക്കൊരു വിശേഷം പറയാനുണ്ട്. ജനം കുടുംബത്തിന് ഇന്നൊരു വിവാഹ വാർഷിക ആശംസകൾ നേരാനുണ്ട്. നമ്മുടെ ഗോവിന്ദിനും ആര്യയ്ക്കും ആണ് നമ്മുടെ ശബ്ദ സംവിധാനം ഒരുക്കി. അതെ, എനിക്ക് പറയാനുണ്ട്. ഓഡിയോ എഞ്ചിനീയറാണ് ഗോവിന്ദ്. മാത്രമല്ല എൻ്റെ കഴിവുകൾ, എൻ്റെ സ്കിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ പരിശോധിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിബേറ്റിനൊക്കെ വന്നിരിക്കുമ്പോൾ എൻ്റെ മൈക്ക് ഇങ്ങനെ വെച്ച് തന്നിട്ട് പരിശോധിക്കും. മൈക്കിനേക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ ശബ്ദം ഉയരുന്നുണ്ടെന്ന് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഓഫ് ചെയ്തും തരും. ഗോവിന്ദ് എന്തായാലും കാണണം. ഇന്ന് ഇതിനൊക്കെ പരിഹാരമായി മധുരവുമായി വരിക. ആര്യയ്ക്കും ആശംസകൾ. പുത്തുമലരിയുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാര്യം ഇനിയൊരു ഇടവേളയ്ക്കും മറ്റൊരു ദിവസത്തെ ലൈവ് റിപ്പോർട്ട്സിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷം ഏതായാലും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. നമസ്തേ.